ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണീ നൈവാഹം സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചൈതദ് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതിഃ സുഭരതരേ സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മനിരന്തരം വിമർശതാ നിർവ്യാജ ശാന്താത്മന ഭൂതം ഭാവിജ ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ യാ തിര്യൻ നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഃ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ യത്സൗഖ്യാംബുധി ലേശലേശതൈവേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഃ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യഃ കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആർക്ക് ബ്രഹ്മജ്ഞാനം അഥവാ ആത്മജ്ഞാനമുണ്ടോ അയാള് ഗുരുവാണ്. ആ ജ്ഞാനം ഏത് വിധത്തിലാണ്, ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് എന്നാണിപ്പോ പറഞ്ഞു വരുന്നത്. ജ്ഞാനത്തിന്റെ സ്വരൂപത്തിനെ പറഞ്ഞിട്ട് ഈ ജ്ഞാനം ആർക്കുണ്ടോ സ ഗുരു ഇതി ഏഷാ മനീഷാ മമ. ജ്ഞാനം എന്ന് വെച്ചാൽ വിഷയങ്ങളെ അറിയുന്ന അറിവ് അല്ല, ബോധം എന്നർത്ഥം. ഉണർവ്, സമാധി, കോൺഷ്യസ്നസ്. അതേത് വിധത്തില് ഉണ്ടാവുന്നു? വേദാന്തത്തിൽ പല വഴിക്ക് ആ സെന്ററിലേക്ക് നമ്മളെ കൊണ്ടുവരും. വേദാന്തം എന്ന് വെച്ചാൽ തന്നെ അറിവിന്റെ അവസാനം അത് നിങ്ങളിലാണ്. നിങ്ങളാണത് സെന്റർ, ബിന്ദു. നിങ്ങളാവുന്ന ബിന്ദുവിൽ നിന്നാണ് സകല അനുഭവങ്ങളും. ബൈന്ദവ സ്ഥാനം നിങ്ങളുടെ ഹൃദയമാണ്. അറിവ് എല്ലാ അറിവിനെയും പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ജ്യോതി. ആ ജ്യോതി ഇരുട്ടിനെയും പ്രകാശിപ്പിക്കും. സാധാരണ വെളിച്ചം ഇരുട്ടും കൂടെ ചേർന്നിരിക്കില്ല. പക്ഷെ ഈ വെളിച്ചം ഇരുട്ടും ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഈ വെളിച്ചം കൊണ്ടറിഞ്ഞു. തമസഃ പരസ്താത്. ഗീതയില് ഭഗവാൻ പറഞ്ഞു, ജ്യോതിഷാം അപി തജ്ജ്യോതി തമസഃ പരം ഉച്യത്തെ. ഇരുട്ടിനെയും അതിക്രമിച്ചു നിൽക്കണു എന്ന് വെച്ചാൽ ഇരുട്ടും അതിൽ അടക്കം എന്നർത്ഥം. അപൂർണ അറിവില് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്, നത്തിങ് ഈസ് എക്സ്ക്ലൂഡഡ്. അതിൽ നിന്ന് അന്യമായ ഒരു വസ്തു മാറ്റി നിർത്താനില്ല. ഇരുട്ട് എന്ന് പറയുന്നത് ഇരുളും ആ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇരുളിനെ കാണുന്നത് ആ പ്രകാശം കൊണ്ടാണ്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. ഭഗവാൻ പറഞ്ഞു, അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും ഒക്കെ ഒരേ വസ്തു തന്നെ. എവിടെ പ്രകാശിക്കുന്നു? ഹൃദി സർവസ്യ വിഷ്ഠിതം. എല്ലാവരുടെ ഹൃദയത്തിലും. ഹൃദയമാണ് അതിന്റെ ഉപലബ്ധി സ്ഥാനം. ഹൃദി അയം, അങ്ങനെയാണ് ഹൃദയം എന്ന് പേര് വന്നത്. അയം എന്ന് വെച്ചാൽ ഇവൻ, ഈ ആത്മാവ്, ഈ ഭഗവാൻ എവിടെ കിട്ടും? ഹൃദി. അയം ഹൃദി. തസ്മാത് ഹൃദയം ഉച്യത്തെ. ഹൃത്തിൽ ഇവനെ കിട്ടും. ഹൃത് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഉപലബ്ധി സ്ഥാനം.
അതെവിടെയാ എന്ന് ചോദിക്കാൻ പറ്റില്ല. എവിടെയാണോ അവനെ അനുഭവിക്കുന്നത് അത് തന്നെ ഹൃദയം. ആ ഹൃദയം എങ്ങനെ കണ്ടെത്തും? ഹൃദയം കണ്ടെത്തേണ്ട സകല അനുഭവത്തിന്റെയും പിറപ്പിടം എവിടെയാണെന്ന് നോക്കിയാൽ മതി, സെന്റർ എവിടെയാണെന്ന് നോക്കിയാൽ മതി. സകല അറിവും അറിയുന്നവനിൽ ഒടുങ്ങുന്നു. ഉറങ്ങുമ്പോ സുഷുപ്തിയിൽ എല്ലാ അറിവും ഏതോ ഒരു സ്ഥലത്ത് പോയി മുളഞ്ഞു, അല്ലെ? ഏതോ ഒരു സുഷിരത്തിൽ പോയി മുളഞ്ഞപ്പോ സകലതും അവിടെ ഉപശമിച്ചു. ഏത് സുഷിരത്തിലാണ് പോയി പ്രവേശിച്ചത്? തദേവ ഹൃദയം. അത് തന്നെയാണ് അത്ര ഹൃദയം. ആ ഹൃദയത്തിലേക്ക് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം എന്ന് പറയുമ്പോൾ തന്നെ ഉറക്കല്ല, ഉറങ്ങാതെ ഉണർവോടുകൂടെ പ്രവേശിക്കുന്നതിനെ സമാധി എന്ന് പറയുന്നു. സാക്ഷാത്കാരം, നിർവികൽപ്പം. അങ്ങനെ അവിടെ എന്താ അനുഭവം? അവിടെയുള്ള അനുഭവത്തിന്റെ സ്വരൂപമാണ് പറഞ്ഞത് ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. നമ്മളുടെ സാധാരണ അറിവില് അറിയപ്പെടുന്ന ആൾ ഒരിക്കലും അറിവായിട്ട് മാറില്ല. ഞാൻ വേറെ, ഞാൻ പഠിക്കുന്ന ഫിസിക്സ് വേറെ, ഞാൻ വേറെ, ഞാൻ പഠിക്കുന്ന കെമിസ്ട്രി വേറെ. ഒരിക്കലും കെമിസ്ട്രി പ്രൊഫസർ അല്ലെങ്കിൽ സയന്റിസ്റ്റ് കെമിസ്ട്രി ആയിട്ട് മാറില്ല, ഫിസിക്സ് ആയിട്ട് മാറില്ല. പക്ഷേ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ അതിൽ നിന്ന് അന്യമല്ല, അത് തന്നെ അവന്റെ സ്വരൂപമാണ്. ആ അറിവില് രണ്ടില്ല, ദ്വൈതമില്ലാത്ത അറിവ്. അങ്ങനെ ഉള്ള അറിവിനെ, ആ ജ്യോതിയെ, ആ പ്രകാശത്തിനെ സംവിത്ത് എന്ന് പറയും. ആ സംവിത്ത് ആരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുവോ ആരാ സംവിത്തിനെ അറിഞ്ഞ് ആ സംവിത്താകുന്ന സ്ക്രീനില് ബാക്കി അനുഭവങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു. ജ്ഞാനി അനുഭൂതി മണ്ഡലത്തിൽ നിന്നും എഴുന്നേറ്റ് വ്യവഹാരത്തിലേക്ക് വരുമ്പോ സാധാരണ പോലെ തന്നെ ലോകം കാണുകയും വ്യവഹരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇതിന് പുറകിലുള്ള സ്ക്രീൻ, ആ സ്ക്രീൻ ചൈതന്യമയമായ സ്ക്രീൻ, ഈ പ്രപഞ്ചമാകുന്ന ചിത്രം മുഴുവൻ യാതൊരു സ്ക്രീനിലാണോ കാണപ്പെടുന്നത്, ആ അധിഷ്ഠാനം, ചേതനാമയമായ ബോധമയമായ അധിഷ്ഠാനം, ആ ചൈതന്യമയമായ അധിഷ്ഠാനമാണ് എന്റെ സ്വരൂപമെന്ന് ഒരു ക്ഷണനേരത്തേക്ക് പോലും മറന്നു കളയുന്നില്ല. അത് മറന്നു കളയുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഭാഷയിൽ പറയണു. ഓർക്കുക മറക്കുക എന്നുള്ളതൊക്കെ റിലേറ്റീവ് പ്ലെയിനിലേ ഉള്ളൂ. ഓർക്കലും മറക്കലും ഒക്കെ ബുദ്ധിയുടെ വ്യാപാരമാണ്. ആത്മാനുഭൂതിയിൽ ഓർമ്മ മറവി എന്നുള്ള കാര്യമൊന്നുമില്ല. അത് നിത്യമാണ്. പ്രകാശിക്കുക, നിലനിൽക്കുക, സ്വയം തന്റെ ഇരുപ്പ് അനുഭവിക്കുക, അതിന് വരമ്പില്ലാതെ ആനന്ദ സ്വരൂപമായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ തന്നെ അതിന്റെ സ്വസ്വരൂപമാണ്. ആ സ്വാനുഭൂതിയെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് എന്ന് വെച്ചാൽ മറവില്ലാതെ ആവരണമൊഴിഞ്ഞ് സാക്ഷാത്കരിച്ചിട്ടുള്ളവൻ, അവന് ആ അനുഭൂതി ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ മാറാതെ നിൽക്കണം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര, തെളിഞ്ഞു പ്രകാശിക്കണം. ഒന്നിനേക്കാൾ അധികം എന്ന് പറയുന്നത് സുഷുപ്തിയിലെ നിർവിശേഷം. അതുകൊണ്ട് സന്യാസി മഠങ്ങളിലൊക്കെ പ്രാചീന സമ്പ്രദായത്തിലുള്ള മഠങ്ങളിൽ ഒരു സമ്പ്രദായമുണ്ട്. രാവിലെ ആ ആചാര്യർ എഴുന്നേൽക്കുമ്പോ കാഞ്ചി മഠത്തിലൊക്കെ സമ്പ്രദായമുണ്ട്. രാവിലെ ചെന്ന് കാണുക എന്ന് പറയുന്നത് കൈലാസ ദർശനം എന്നാണ് പറയുക. എന്താ കൈലാസ ദർശനം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ജ്ഞാനി ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തികച്ചും നിർവികൽപമായ സമാധി സ്ഥിതിയിൽ നിന്നാണ് ഉണരുന്നത് എന്ന് സങ്കല്പിച്ച് കൈലാസത്തിൽ നിന്ന് നേരെ വരുമ്പോ കാണുന്ന പോലെയാണ്. ആ കൈലാസ ദർശനത്തിന് നമുക്ക് മെനക്കെടൊന്നും വേണ്ട. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കുമ്പോൾ നോക്കിയാൽ മതി. കൊച്ചു കുട്ടികളെ ഉറങ്ങി എഴുന്നേക്കുന്നത് കണ്ടാൽ അത് വൈകുണ്ഠ ദർശനം, കൈലാസ ദർശനം ഒക്കെയാണ്. എന്താന്ന് വെച്ചാൽ അവർക്ക് നാച്ചുറലായിട്ട് അനുഭവമുണ്ട്. ജ്ഞാനിക്ക് സത്യമായിട്ട് അനുഭവമുണ്ട്. വാക്ക് വളരെ ആലോചിച്ച പ്രയോഗിക്കണം. ആളുകള് നാച്ചുറൽ എന്നുള്ള വാക്കുകൾ ഒരുപാട് തൂക്കം കൊടുക്കും. അപ്പോ കുട്ടികൾക്ക് നാച്ചുറൽ ആണെങ്കിൽ ജ്ഞാനിക്ക് അൺനാച്ചുറൽ ആണോ എന്ന് ചോദിക്കും. ഈ നാച്ചുറൽ എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നേച്ചറുടെ ആണത്. നാച്ചുറൽ ആയിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമാവില്ല, അത് നേച്ചറുടെ ആണ്. നേച്ചർ തരുമ്പോ തരും, നേച്ചർ എടുത്തോണ്ട് പോകുമ്പോ എടുത്തോണ്ട് പോകും. അത് മഴ പെയ്യുന്ന പോലെ
വെയിലടിക്കുന്ന പോലെ, സീസൺ പോലെ. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് നേച്ചർ കൊടുത്തത് കുറെ കഴിയുമ്പോൾ തനിയെ പോയി പോകും. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് ഒന്നും നിലനിൽക്കില്ല. ജ്ഞാനിയുടെ അനുഭവം നാച്ചുറൽ അല്ല, മറിച്ച് റിയൽ ആണ്. അത് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോ ആ അനുഭവം വിട്ടുപോകില്ല. അത് നിരന്തര ബാല്യമാണ്. തത്വം അറിഞ്ഞവന് അവന് ബാല്യം എന്ന് പറയുന്നത് അവന്റെ ജ്ഞാനത്തിന്റെ ബലം കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ള അനുഭൂതി ബലം നേടിയ ജീവൻ മുക്ത പുരുഷൻ അവൻ ആര് വേണമെങ്കിലും ആവട്ടെ, ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പ് വരെ, ഒരു ചെറിയ പ്രാണി വരെ, ഒരു അമീബ വരെ, ഒരു ഏകകോശ ജീവി വരെ, അതിന്റെ ഉള്ളിലും ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ ഒന്ന് പ്രകാശിക്കുന്നുണ്ടല്ലോ. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് ഞാൻ. അഗജഗദോകസാം അഖില ശക്തി അവബോധകത്തെ. ഭാഗവതം അഗജഗദോകസാം അഖില ശക്തി അവബോധക. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകല പ്രാണികളുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് സാന്നിധ്യമാത്രം കൊണ്ട് അവബോധരസമായിട്ടിരിക്കുന്ന ചിത്ത്, ആ ചൈതന്യത്തിനെ ഞാനാണ്, അത് എന്റെ സ്വരൂപമാണെന്നും ദൃശ്യമായിട്ടുള്ളതൊന്നും ഞാനല്ലെന്നും ഉള്ള അനുഭൂതി ആർക്കുണ്ടോ സ ചണ്ടാളോസ്തു ദ്വിജോസ്തു ഗുരുഹു ഇത്യേഷാ മനീഷാമ. അവൻ ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ, അവനാണ് ഗുരു. അവൻ തത്വദർശിയാണ്, അവൻ ജീവൻ മുക്തനാണ് എന്ന് പറഞ്ഞു. ഇപ്പോ ആദ്യത്തെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞത്. ആദ്യത്തെ മഹാവാക്യം നോക്കൂ. ഈ 4 മഹാവാക്യത്തിന് ശങ്കരാചാര്യർ എടുത്ത് നമുക്ക് തന്നു. പക്ഷെ ഈ 4 മഹാവാക്യമേ ഉള്ളൂ എന്ന് ധരിക്കണ്ട. ഉപനിഷത്തില് എവിടെ എവിടെയൊക്കെ ജീവബ്രഹ്മൈക്യം ബോധിപ്പിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ മഹാവാക്യമാണ്. അല്ലാതെ ഈ 4 ഉള്ളൂ ധരിക്കേണ്ട. 4 വേദത്തിൽ നിന്നും എടുത്ത് പ്രത്യേകമായിട്ട് 4 വേദത്തിലും ഇതാണ് പ്രതിപാദ്യം എന്ന് നിരൂപണം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അത്രയേ ഉള്ളൂ. അതില് ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്ത് പേര് പറഞ്ഞാൽ വിളിച്ചോളൂ. ആ പരമസത്യം, അതിനൊരു നിർവചനം കൊടുത്തു. അത് വേറെ ആരുടെയും വെളിച്ചത്തിൽ നിൽക്കുന്നതല്ല, തന്റെ തന്നെ വെളിച്ചത്തിൽ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതാണ് പ്രജ്ഞാനം. നമുക്ക് മറ്റു വിഷയങ്ങളെ കാണാൻ കണ്ണ് വേണം, ചെവി വേണം, മൂക്ക് വേണം, ഒക്കെ വേണം. ഇതിനെ അറിയാൻ അതിന്റെ വെളിച്ചം മതി, വേറെ ഒന്നും വേണ്ടാന്നാണ്. സ്വയം പ്രകാശമാണ്. ശങ്കരാചാര്യർ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, വിളക്ക് പോലെ എന്ന് പറഞ്ഞു. സ്വബോധേ ന അന്യബോധേച്ഛ ബോധരൂപതയാത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ. ഒരു ദീപത്തിന് മറ്റൊരു ദീപം ആവശ്യമില്ല താൻ ഉണ്ടെന്ന് അറിയിക്കാൻ. അതുപോലെ ബോധത്തിന് തന്നെ അറിയിക്കാൻ വേറെ ഒന്നും വേണ്ട. അത് സ്വയം താനേ അറിവേ സ്വരൂപമായി പ്രകാശിച്ചും കൊണ്ട് ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപമായി ഉള്ളിൽ വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയണത് വെറും നാടകം. കുറച്ചു കാലം കൂടെ നാടകം നടിക്കണം തീരുമാനിച്ചാൽ നടിച്ചൂടാ. അറിയാതിരിക്കാനേ പറ്റില്ല. അറിവ് നിങ്ങളുടെ സ്വരൂപമാണ്, അത് നിങ്ങളാണ്. എങ്ങനെ അറിയാതിരിക്കാൻ പറ്റും? അറിയില്ല എങ്ങനെ അറിഞ്ഞു? ഈ മൈക്ക് പറയില്ലല്ലോ അല്ലേ? ഇത്ര പ്രഭാഷണം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ, ഒന്നും മൈക്ക് പറയില്ല. നിങ്ങൾ മാത്രം എങ്ങനെ പറയണം? അറിയില്ല എന്നുള്ള അറിവ് എവിടെ വന്നു? അറിയുന്നില്ല എന്ന് എങ്ങനെ അറിഞ്ഞു? ആ അറിവ് ചൈതന്യമല്ലേ? അതെന്താണ്? അറിയില്ല. ബുദ്ധി തദ്വൃത്തി സദ്ഭാവം അഭാവം ചയോ വേത്തി. ബുദ്ധിയുടെ വൃത്തികളെയും ആ വൃത്തികളുടെ അഭാവത്തിനെയും ആരാണ് അറിയുന്നത്? ഇതിനൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതി എന്താ? അതിനാണ് ജ്യോതി എന്ന് പറയുമ്പോ ഇത്തിരി ഒരു വെളിച്ചം വീശാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പറഞ്ഞത്. സ്വപ്നം ഏത് വെളിച്ചത്തിൽ കണ്ടു? അതിനൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ടോർച്ച് ഉണ്ടെന്ന് തോന്നും അല്ലെ? ഇരുട്ട് റൂമില് ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോ ഒരു വെളിച്ചത്തിൽ സ്വപ്നം കണ്ടു. ആ വെളിച്ചം എവിടെ നിന്ന് വന്നു? അന്തർജ്യോതി. ആ ജ്യോതി, ആ വെളിച്ചം എന്താണ്? ആ ചിത്പ്രകാശം എന്താണ്? അത് സ്വയം പ്രകാശമാനമായത് കൊണ്ട് അതിനെ പ്രജ്ഞാനം എന്ന് പറഞ്ഞു. പ്രകർഷേന സ്വേനൈവ പ്രകാശേന ജ്ഞായത്തെ. അതുകൊണ്ട് അത് പ്രജ്ഞാനമാണ്. ആ പ്രജ്ഞാനം ബ്രഹ്മമാണ്. ഇപ്പോ ആ ബ്രഹ്മമാണ് പ്രജ്ഞാനം നിർവചിച്ചു.
അതിനെ എവിടെ അനുഭവിക്കും? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അത് നിങ്ങളുടെ ഉള്ളില് നിരന്തരം ഞാൻ എന്ന അനുഭവ രൂപത്തില് പ്രകാശിക്കുന്നു. ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയല്ല. ബ്രഹ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനിനെ അറിയണം. ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് അറിയണം. ബ്രഹ്മൈവാഹം ഇദം ജഗത്സ സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചൈതത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതിഃ സുഖദരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുഃ ഇത്യേഷാ മനീഷാ മമ. അഹം ബ്രഹ്മൈവ. ആദ്യം ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം എവിടെ നേടണം എന്ന് വെച്ചാൽ നിത്യമായ സ്ഥലത്ത് നേടണം. ഇപ്പോ ഭഗവാൻ പുറത്ത് കണ്ടാൽ കണ്ണടച്ചാൽ മറഞ്ഞു പോകും. കണ്ണടച്ച് മനസ്സിൽ കണ്ടാൽ ചിത്തവൃത്തികൾ ഓടുമ്പോൾ മറഞ്ഞു പോകും, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മറഞ്ഞു പോകും. നിത്യമായ ഭഗവത് സാക്ഷാത്കാരം വേണമെങ്കിൽ ആ സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചാൽ കണ്ണു തുറന്നാലും കാണുന്നു, കണ്ണു മൂടിയാലും കാണുന്നു, ഉറങ്ങിയാലും കാണുന്നു. അങ്ങനെ ഒരു കാണൽ സാധിക്കുമെങ്കിൽ ആ കാണലിന് ത്രിപുടിയില്ലാത്ത കാണൽ എന്ന് പറയാൻ വയ്യ. എങ്ങനെയൊക്കെയോ ചിലർക്ക് അനുഗ്രഹം കൊണ്ട് രൂപത്തിന് മുമ്പിൽ ഭഗവാൻ പ്രകാശിക്കുമ്പോ പോലും ത്രിപുടി ഉണ്ടാവില്ല. നിർവചിക്കാനൊന്നും കഴിയില്ല. അത് ചിലപ്പോ രൂപത്തിന് മുമ്പിൽ ഭഗവാൻ പ്രകാശിക്കുമ്പോ അനുഗ്രഹം കൊണ്ട് ഇഷ്ടദേവന്റെ മുമ്പിൽ പ്രകാശിക്കുമ്പോ ത്രിപുടി ഉണ്ടാവില്ല. അത് യുക്തിക്ക് നിരക്കില്ല. അനുഭവം വരുമ്പോ അറിയാം. അത് പ്രകാശിക്കുമ്പോ അത് കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു ഒന്നുമില്ല. അത് ജീവൻ മുക്തനായ ഗുരുവിനെ കാണുമ്പോഴേ അനുഭവം വരും. ചിലപ്പോ നടുവില് ഒരു ഗ്യാപ്പില്ല, ഉള്ളിൽ നടുവിലൊന്നുമില്ല, കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു ഒന്നുമില്ല. ചിലപ്പോ ഗുരു ബോധിപ്പിക്കുമ്പോ വരും, നീ വേറെ ഇല്ല, ഞാൻ വേറെ അല്ല, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ എന്ന് പറയുമ്പോ പൂർണ്ണമായി ത്രിപുടിയില്ല. ചിലപ്പോ ഭഗവാന്റെ രൂപം മുമ്പിൽ വരുമ്പോ അത് കണ്ണടച്ചാലും കാണും. നമ്മൾ വിചാരിക്കും തുറന്നിട്ട് പുറത്താണ് കാണുന്നത് എന്ന് വിചാരിക്കും. കണ്ണിത്തിരി അടച്ചു നോക്കിയാൽ ഉള്ളിലും കാണും. ഉള്ളിലും കാണണ്ട, ഉറങ്ങിക്കളയാനൊക്കെ ഉറക്കത്തിലും കാണും. ഉറക്കം എന്നുള്ളത് പോലും ഇല്ല അല്ലേ? ത്രിപുടി രഹിതമായ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് നാരായണ ഗുരുസ്വാമി പറഞ്ഞു. ഞാനല്ല അതിനെ കാണുന്നത്, അത് സ്വയം പ്രകാശിക്കാം. ഞാൻ കാണുകയാണെന്നൊക്കെ തോന്നുകയാണ്, ഞാനൊന്നും കാണുന്നില്ല. അതാണ് പ്രകാശിക്കുന്നത്. ഏഷ ആത്മാ സ്വയം ജ്യോതി. അത് സ്വയം ജ്യോതിയാണ്. പാട്ടെ ഇപ്പോ അഹം ബ്രഹ്മ, ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടല്ലോ, അത് ബ്രഹ്മമാണ്. ആ അനുഭവം ഞാൻ മാത്രം ബ്രഹ്മമല്ല. സാക്ഷാത്കരിച്ച ആൾക്ക് ഞാനത് നേടി. ഇപ്പൊ ഇവരൊക്കെ അജ്ഞാനികൾ കിടന്ന് വിഷമിക്കണമെന്ന് തോന്നുന്നു വെച്ചാൽ അങ്ങനെ തോന്നില്ല അത്രേ. ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം. ഈ അനുഭൂതിമാണ്. അജ്ഞാനികളെ ഇല്ല, പിന്നെ എങ്ങനെ പോയി പ്രചരിപ്പിക്കും? ആർക്ക് പോയി ബോധിപ്പിക്കും? ഇവര് അജ്ഞാനികളാണ് തോന്നിയിട്ട് വേണ്ടേ ഈ പാവം വിഷമിക്കണോ, അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ തോന്നാൻ. അവര് ജ്ഞാനികളാണെന്നാണ് ജ്ഞാനിയുടെ ദർശനം. അവരും ഒക്കെ പൂർണ്ണരാണ് എന്നാണ് അല്ലേ ഭാഗവതത്തിൽ പറയണ. ഉത്തമ ദത്തൻ ആരാന്ന് വെച്ചാൽ എല്ലാരെയും ഭഗവാനായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് പോയി ഉപദേശിക്കും? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ. അയാള് നമ്മളെ മാതിരി ലോകം കാണില്ലേ ചോദിച്ചാൽ ഗൃഹീത്വാപി ഇന്ദ്രിയൈഹി അർത്ഥാൻ. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളൊക്കെ ഗ്രഹിക്കുമ്പോഴും അതൊക്കെ തന്നെ ഭഗവത് സ്വരൂപമാണെന്നുള്ള അനുഭവം വിട്ടുപോണേ ഇല്ലെങ്കിൽ ത്രിപുടിയേ ഇല്ല അവിടെ. ഇതം ജഗത്, ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഈശ്വര സ്വരൂപമായിട്ട് കാണപ്പെടും. ഈശാ വാസ്യം ഇതം സർവം. ആദ്യത്തെ ഉപനിഷത്തിൽ ആദ്യത്തെ മന്ത്രം വായിച്ചാൽ പിന്നെ ഉപനിഷത്ത് അടച്ചു വെക്കാം. ഉപനിഷത്ത് പഠിക്കണം എന്നൊരാൾ തുടങ്ങിയപ്പോ ഫസ്റ്റ് മന്ത്രം കണ്ടു, ഈശാവാസ്യം ഇതം സർവം. ഇനി എന്തിനാ പറയണത്? ഇനിയിപ്പോ ബാക്കിയൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതിലേക്ക് തന്നെ വരണം. തുറന്നു നോക്കിയപ്പോ തന്നെ പരമാർത്ഥം കണ്ടു കഴിഞ്ഞു. ഇനി എന്തിനാ പഠിക്കണതെന്ന് വിവേകാനന്ദ സ്വാമി ഷിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശ്രീലങ്കയിൽ വന്നു, യാழ்പ്പാണത്തിൽ വന്ന് ഒരു ടോക്ക് കൊടുക്കുമ്പോ
ആളുകളൊക്കെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക. എന്തോ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, സബ്ജക്ട് ഈസ് വാസ്റ്റ്, ദർ ഈസ് വാട്ട് യു ഹാവ് ടു നോ ഈസ് ഇൻഫിനിറ്റ്, ടൈം ഈസ് ടു ഷോർട്ട്. സമയം കുറച്ചേ ഉള്ളൂ, അറിയേണ്ടതോ അനന്തമായ വസ്തു. അപ്പൊ മുമ്പിൽ ഒരു പയ്യൻ എണീറ്റ് ഒരു തട്ടിട്ട് പോയി പുറത്തേക്ക്. പിന്നെ പ്രസംഗം കേൾക്കാനൊന്നും നിന്നില്ല ആ പയ്യൻ. അയാള് യാழ்പ്പാണത്തിൽ വലിയ ഋഷിതുല്യനായ മഹാത്മാവായിട്ട് അറിയപ്പെട്ടു. ശ്രീലങ്കയില് നടമാടുന്ന ശിവൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു യോഗാസ്വാമികൾ. അദ്ദേഹത്തിന് ആ ഒരു വിളി വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ വാക്കാണ്. അനന്തമായ വസ്തുവിനെ അറിയണം, സമയം കുറച്ചേ ഉള്ളൂ. എന്തോ ഒരു വാക്കുള്ളിൽ തട്ടിക്കഴിഞ്ഞു. അഷ്ടാവക്കരൻ പറയുന്നത് യാഥാതഥ്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ. നല്ല സാത്വികമായ ബുദ്ധി ഉണ്ടെങ്കിൽ വേദാന്തജ്ഞാനം നീ ബ്രഹ്മമാണ്, നിന്റെ സ്വരൂപം പൂർണ്ണമാണ്, നീ ആത്മാവാണ് എന്നൊക്കെ പറയുമ്പോ വലിയ ഇന്റലക്ച്വലൈസേഷൻ ഒന്നും കൂടാതെ, ലോജിക് ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അതിനെ ഹൃദയത്തിൽ എടുത്തിട്ട് പൂർണ്ണമാവുന്നത്. അതാണ് സത്വബുദ്ധിയുടെ ലക്ഷണം. മറ്റാളുകളെ ആജീവമപി ജിജ്ഞാസു, ജീവിതകാലം മുഴുവൻ ഈ പുസ്തകം പഠിക്കും, ആ പുസ്തകം പഠിക്കും, ചോദ്യം ചോദിക്കും. ചിലരെ കണ്ട എനിക്ക് പേടിയാണ്. വരുമ്പോ തന്നെ പക്ഷെ എന്താ ഒരു ബുദ്ധിമുട്ടില്ല. എന്താന്ന് വെച്ചാൽ 10 വർഷമായിട്ട് ഒരേ ചോദ്യം ചോദിച്ചോട്ടെ, ചോദിക്കണം മെഷീനാണ് അവര്. അവർക്ക് ഉത്തരവൊന്നും വേണ്ട, നമ്മൾ ഉത്തരം പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കും. അതിന് എന്റെ നിർവചനം എന്താന്ന് വെച്ചാൽ അവര് പൂർണ്ണരാണ്. ആ പൂർണ്ണമായ മാനിഫെസ്റ്റേഷൻ അവർക്ക് ചോദിക്കാൻ മാത്രമാണ്. നിന്റെ ഉത്തരം എനിക്ക് എന്തിനാണ്? ഞാൻ ചോദിച്ചു, എന്റെ ധർമ്മം കഴിഞ്ഞു, ഈ ഉത്തരം എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ അതൊരു പൂർണ്ണം. സംശയം എന്നുള്ളത് ചിലർക്ക് അതൊരു കളിയാണ്. ചോദിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. ഈ അവസാനത്തെ വാക്ക് എന്താന്ന് വെച്ചാൽ എല്ലാരും പൂർണ്ണരാണ്. പല വിഷമങ്ങൾ, ആ വിഷമങ്ങളോട് പൂർണ്ണം. ബാംഗ്ലൂരിലിരിക്കുമ്പോ ഒരാള് പറഞ്ഞു, സ്വാമി ഇങ്ങനെ എല്ലാരും ശിവനാണെന്ന് പറയണു. ഒരാള് എനിക്ക് കുറച്ചൊന്നുമല്ല ട്രബിൾ തരുന്നത്. അയാളെ ഞാൻ എങ്ങനെ ശിവൻ എന്ന് കണക്കാക്കുന്നു നോക്കൂ. അയാള് ട്രബിളേശ്വര മഹാദേവൻ. എന്തൊക്കെയോ പേര് കൊടുക്കേണ്ട ഈശ്വരൻ, എങ്ങനെ പേര് കൊടുത്ത് വെച്ചോളാം. ആ രൂപത്തിലൊരു അഭിവ്യക്തി, അത്രയേ ഉള്ളൂ. ഇങ്ങനെ അറിയുമ്പോ പൂർണ്ണമാവും. ആ പൂർണ്ണത്വത്തിന് വരമ്പൊന്നും വെക്കരുത്. എങ്ങനെയൊന്നും വെക്കരുത്. ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മത്തിനെ അനുഭവിക്കണമെങ്കിൽ, നിത്യമായി അനുഭവിക്കണമെങ്കിൽ അഹം എന്ന ചിത്തില്, കോൺഷ്യസ്നെസ്സിൽ തന്നെ അനുഭവിക്കണം. ഈ കോൺഷ്യസ്നെസ് ഒരിക്കലും മാറാത്തതായതുകൊണ്ട് അതില് സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം എന്ന് അനുഭവിച്ചാൽ അവിടെ പൂർണ്ണമാവും. ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ സകലതും അത് തന്നെ. ഇവിടെ അറിയാതെ അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം ഇവിടെ തന്നെ ഉപലബ്ധിസ്ഥാനം. ബൃഹദ് ഉപലബ്ധമേതത് അവയന്തി അവശേഷതയാ. ശ്രുതിഗീത ഭാഗവതം. ബൃഹദ് ഉപലബ്ധം, ബ്രഹ്മം നിത്യ കിട്ടിയിരിക്കണമെന്നാണ്. എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? അവശേഷതയാ. എല്ലാം നീക്കി കഴിയുമ്പോ ബാക്കി നിൽക്കുന്ന വസ്തുവായിട്ട് അവയന്തി അവജാനന്തി അവശേഷതയാ. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ സമാധിയിൽ നിന്ന് കാണുമ്പോ മനസ്സ് ഉദിക്കുന്നു, പ്രപഞ്ചം തോന്നുന്നു. യഥ ഉദയാസ്തമയോ വികൃതേർ മൃതിവാ വികൃതാ. ഈ ജഗത്ത് മുഴുവൻ മണ്ണില് കുടം, മണ്ണില് ചട്ടി, മണ്ണില് കളിപ്പാട്ടം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ജഗത്ത് ആ ചൈതന്യം തന്നെ അനേക നാമരൂപങ്ങളായി, സ്ത്രീകളായും പുരുഷന്മാരായും പ്രാണികളായും മരങ്ങളായും കല്ലുകളായും ആകാശമായും ഭൂമിയായും ഒക്കെ തോന്നി. ഇപ്പൊ എന്താ വേണ്ട? ആകർഷയോ ദധു മനോവചനാചരിതം. അത് കഴിഞ്ഞ് മനസ്സും വാക്കും ഇന്ദ്രിയങ്ങളും ഒക്കെ വ്യവഹരിക്കുമ്പോൾ ഈ തത്വം അറിഞ്ഞ ഋഷികൾ എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ, എല്ലാം ഒരേ അവശേഷിച്ച് നിന്ന ആ ചിത്തുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ എല്ലാ രൂപത്തിലും പൊന്തിക്കാണുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയ പ്രത്യക്ഷമായ ലോകത്തിന് അവര് ആ അറിവ് വിട്ടുകളയാതെ വ്യവഹരിക്കുന്നു. അപ്പൊ എന്താ അവരുടെ അനുഭവം എന്താണ്? കഥമയഥാഭവന്തി. മുഴുവനും ചൈതന്യാനുഭൂതി തന്നെ, ബ്രഹ്മാനുഭവം തന്നെ, ആത്മാനുഭവം തന്നെ. ബ്രഹ്മൈവാഹമിതം ജഗച്ച സകലം. ഈ ഒരു സ്റ്റേറ്റ് സഹജ നിർവികൽപ്പ സമാധി എന്ന് പറയണം. അത് വരുന്നവരെ നമ്മളുടെ ജ്ഞാനം പൂർണ്ണമല്ല. അതുവരെ നമ്മൾ സാധനം തുടരണം, ആത്മവിചാരം തുടരണം, ധ്യാനം തുടരണം, സത്സംഗം തുടരണം, വൈരാഗ്യം തുടരണം, എല്ലാം തുടർന്നുകൊണ്ടിരിക്കും. അതുവരെ
ഈ ശസ്ത്രം മാറ്റിവെക്കരുത് എന്നാണ്. ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക, സാധനാ സാമഗ്രി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. എതുവരയ്ക്കും എന്ന് വെച്ചാൽ എപ്പോഴാണോ കണ്ണു തുറന്നുകൊണ്ട് വ്യവഹരിക്കുമ്പോൾ ഒരു വികല്പവും ഇല്ലാതായിട്ട് തീരണത്, വാസനകളൊന്നും പ്രതിബന്ധം ഉണ്ടാക്കാതായിത്തീരണത്, അതുവരയ്ക്കും സാധനയും ഭജനവും ധ്യാനവും എന്തെന്ത് സാധനയാണെന്ന് വെച്ചാൽ അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയില് ഇതുണ്ട് അതുണ്ട് ഒക്കെ തോന്നും. അതാണ് വാസന. ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാല് സത്സംഗത്തിൽ ഇരിക്കുമ്പോ ചിലർക്ക് തോന്നും ഇന്നാണ് എനിക്കിപ്പോ കിട്ടിയതെന്ന് തോന്നും. ഇനി മുതൽ ഞാൻ ശുഭബ്രഹ്മ മഹർഷിയെ പോലെ ഇരിക്കാൻ പോവാണെന്ന് തോന്നും. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും എന്താ കുഴപ്പം പറ്റണത്? സർവം ചെയ്ത് അവിദ്യയാ ത്രിഗുണയാ അശേഷം മയാ കൽപ്പിത. പഴയ ഹാബിറ്റ് ഉണ്ടല്ലോ, സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതൊന്നും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടൈമിന് പോരും. അത് വന്നിട്ട് ഈ അറിവിനെ മറിച്ച് പലവിധ വികല്പങ്ങളെ ഉള്ളിൽ തോന്നിപ്പിക്കും. അപ്പൊ ഇത് നാച്ചുറലാണ്. അപ്പൊ എന്താ? അപ്പൊ വീണ്ടും ആ അറിവിനെ ഓർത്ത്, അദ്വൈത ജ്ഞാനത്തിനെ ഓർത്ത് പതുക്കെ 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 ശമിപ്പിച്ച് മുഴുവനും നിർവിശേഷമാവാൻ പ്രതീക്ഷിക്കാനേ പറ്റില്ല. കുറച്ചൊരു വിഡ്ഢിത്തമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. മുഴുവൻ അങ്ങനെ അറിവ് വന്നു പോയാൽ പുറത്തു പോയി പോകും. ഇത്തിരി വിഡ്ഢിത്തം ഉണ്ടെങ്കിലേ ഇവിടെ വലതുമൊക്കെ നമ്മൾ ചെയ്യുള്ളൂ എന്നാണ്. മുഴുവൻ അങ്ങട് ആ മൗഢ്യം പോയി പോയാൽ പിന്നെ കെട്ടിക്കളയും. അപ്പോ ആ അന്യായമാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ത്രിഗുണങ്ങളുടെ സമ്പർക്കം കൊണ്ടുള്ള ദോഷം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ആത്മവിചാരം കൊണ്ട് അശുദ്ധ ചൈതന്യമാകുന്ന അഗ്നിയിൽ അതിനെ ഹോമിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും വീണ്ടും ആ കൽപ്പനാദോഷങ്ങൾ വരും, ദ്വൈതം വരും. നമ്മൾ ജനിച്ചിരിക്കുന്ന ചുറ്റുവട്ടാരത്തിനനുസരിച്ചും ഈ ശരീരത്തിന്റെ ചില ദോഷവും ഒക്കെ വരും. ഭാഗവതത്തിൽ അതാണ് വൃത്രൻ പറയണത് ഇന്ദ്രന്റെ അടുത്തെ. നല്ലവണ്ണം ഗുരു അനുഗ്രഹം കൊണ്ട് ജ്ഞാനം ദൃഢമായി. പക്ഷേ ഹേ ഇന്ദ്ര, ഇത് അസുര ശരീരം, ഇതിന് ചില ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ട്. ഇത് പോകുമ്പോഴേ പോകുള്ളൂ. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യൂ, താൻ എനിക്ക് വലിയ ഉപകാരം ചെയ്യാനാണ് ഈ വജ്രായുധവും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മരിക്കാൻ സാധിക്കില്ല. ചിലർക്ക് അത്തരം ദോഷമൊക്കെ ഉണ്ട്, മരിക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് ആ വജ്രായുധം കൊണ്ട് എന്നെ അങ്ങോട്ട് വെട്ടിയിട്ട് ഈ ശരീരം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞാൽ അഹം മുനേറിയാമി അപവിദ്ധലോക. മുനികൾ യാതൊരു പരമപദത്തിനെ പ്രാപിക്കുമോ ആ പരമപദത്തിനെ ഞാൻ ഇവിടെ അനുഭവിക്കും, പ്രാപിക്കും. അതുകൊണ്ട് ഈ ശരീരങ്ങൾ മുറിച്ചു കളഞ്ഞേക്കും എന്ന് പറയാ വൃത്രൻ. സുരശരീരം, അതുകൊണ്ട് അതിന് ചില ദോഷങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ജ്ഞാനികളിലും അവശേഷിക്കും. അതിലാണ് ഒരു ജ്ഞാനിക്കും മറ്റൊരു ജ്ഞാനിക്കും നമ്മൾ വ്യത്യാസം കാണുന്നത്. ജ്ഞാനത്തിന് വ്യത്യാസമേ ഇല്ല. ജ്ഞാനം എല്ലാവർക്കും ഒരേ ജ്ഞാനമാണ്. വ്യത്യാസം എവിടെയാ പറയുന്നത്? ബ്രഹ്മവിദ് വരഹ, ബ്രഹ്മവിദ് വരീയ, ബ്രഹ്മവിദ് വരിഷ്ഠ എന്നൊക്കെ വ്യത്യാസം പറയണം. ഒരാൾ ബ്രഹ്മവിത്താണ്, ഒരാൾ ബ്രഹ്മവിദ് വരനാണ്, ഒരാൾ ബ്രഹ്മവിദ് വരീയനാണ്, ഒരാൾ ബ്രഹ്മവിദ് വരിഷ്ഠനാണ് എന്നൊക്കെ പറയണം. അതുപോലെ പല ഭൂമിക, ശുഭേച്ഛ, സത്വാപത്തി, തനുമാനസി, അസംസക്തി, പദാർത്ഥ അഭാവനി, തുല്യത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്തഭൂമികകൾ പറയുന്നു. 7 ഭൂമികൾ. ഇതൊക്കെ തന്നെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കും. ഈ മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരുന്നത് വാസനകൾ കൊണ്ടാണ്. ഈ ഡിസയേഴ്സ് ചെറുതുണ്ടാവും. വിവേകാനന്ദ സ്വാമി ഭാരതം നന്നാക്കാൻ, ലോകം നന്നാക്കാൻ ഒക്കെ പുറപ്പെട്ടിട്ട് അവസാനം അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ നോക്കുക, ഞാൻ ചെയ്തത് മുഴുവൻ അബദ്ധമാണെന്ന് എഴുതിയിട്ടുണ്ട്. മുഴുവൻ വിഡിത്തം ഇല്ലാത്ത ലോകം ഇതിനെ പോയി നന്നാക്കാൻ പുറപ്പെട്ടിരിക്കണു. ഇത് വെറും മായയാണ്, വെറും അബദ്ധമാണ്. ഇതൊക്കെ ലോകത്തിനെ നന്നാക്കാൻ പോവാ, പഠിപ്പിക്കാൻ പോവാ, ഈ ഭ്രമമൊക്കെ എന്നെ ഇപ്പൊ വിട്ടുപോയിരിക്കണം. സകലതും ബ്രഹ്മമാണ്, ഞാൻ ആരെ നന്നാക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനത്തെ കത്തുകളിൽ വായിച്ചു നോക്കാം. അപ്പൊ ഈ ചെയ്യാൻ പുറപ്പെട്ടതൊക്കെയോ നമ്മൾ ചിലപ്പോൾ അബദ്ധം ചെയ്താൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നല്ലതാവും. അതുകൊണ്ട് ചിലർക്ക് ഉപയോഗപ്പെടും. ലോകത്തിലെ അദ്ദേഹം തന്നെ പറഞ്ഞ നായുടെ വാല് നിവർത്താൻ പോണ പോലെ ആ ലോകം നന്നാക്കുക. അത് നായുടെ വാല് പിടിച്ച് നിർത്തിയാൽ പിന്നെയും വളയും. പക്ഷേ അത് വിട്ടോല, നിങ്ങൾക്കൊരു എക്സസൈസ് ആണത്. അതുകൊണ്ട് ഒന്നും പ്രയോജനമില്ല വെച്ചാൽ ഒരു പ്രയോജനമുണ്ട്, ഇത് നിവരില്ല എന്ന് മനസ്സിലാവും. നാരായണ ഗുരുസ്വാമി ഒരിക്കലെ പലവിധ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞു, അത് ചിലതൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠിച്ച അമ്പലത്തിൽ തന്നെ വന്നു. അപ്പൊ നാരായണ ഗുരുസ്വാമിയോട് ഒരു ഭക്തൻ പോയി പറഞ്ഞു, ഇവിടെ തന്നെ എല്ലാം വന്നു, വെട്ടുന്തോറും മുളയ്ക്കും, മുടി പോലെയാണ്.
നല്ലവണ്ണം ക്ഷൗരം ചെയ്താൽ നല്ലവണ്ണം തഴച്ചു മുളയ്ക്കും. അത് അറിയാതെയൊന്നുമല്ല, അവർക്കൊക്കെ നല്ലവണ്ണം അറിയാം. പിന്നെ എന്തിനാ ചെയ്യണത്? അത് ആ ശരീരത്തിന്റെ സ്വഭാവമാണ്, ആ ഉപാധിയുടെ സ്വഭാവമാണ്. ആ ഉപാധിക്ക് അതാണ് ധർമ്മം. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ അശേഷം മയാ കൽപ്പിതം. ഇത് മുഴുവൻ അവിദ്യ കൊണ്ട്, ത്രിഗുണയായ അവിദ്യ കൊണ്ട് ഒക്കെ കൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അതാണ് പലതും പറഞ്ഞ് കൽപ്പിച്ചിരിക്കുക. അപ്പൊ ഈ കൽപ്പിച്ചതിനെയൊക്കെ വീണ്ടും ബ്രഹ്മമാണ്, ചൈതന്യമാണെന്നൊക്കെ മാറ്റി തീർക്കുക അല്ലേ. ഉപനിഷത്തുകളൊക്കെ പൊതുവെ ഋഷികൾ യാഗം, യജ്ഞം, ഇങ്ങനത്തെ അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ പരിണാമത്തിലാണ് ജ്ഞാനത്തിന് പറയുന്നത്. അതുകൊണ്ട് പല ഉപനിഷത്തുകളിലും ഈ കർമ്മകാണ്ഡ വേദഭാഗങ്ങൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. അതിന്റെ അവസാനത്തില് ശ്രുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കർമ്മകാണ്ഡത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ജ്ഞാനം കൊണ്ട് സമീകരിക്കും. കർമ്മം കൊണ്ട് ജ്ഞാനത്തിനെ യജിക്കുക. അപ്പൊ ആ കർമ്മകാണ്ഡത്തിൽ എന്തൊക്കെ ഉണ്ടോ, ഇപ്പൊ ഗ്രഹം, അതിഗ്രഹം എന്ന് പറഞ്ഞ് യാഗത്തിൽ ഒരു കാര്യമുണ്ട്. പാത്രങ്ങളാണ് അതൊക്കെ, ഹോമം ചെയ്യാനുള്ളതാണ്. ഇത് ഗ്രഹം, ചിലത് അതിഗ്രഹം എന്ന് പറയും. അതിന് അതേപടി എടുത്തിട്ട് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞു ഇന്ദ്രിയങ്ങള് ഗ്രഹങ്ങള്, വിഷയങ്ങൾ അതിഗ്രഹങ്ങള് എന്നൊക്കെ ഇങ്ങനെ അതിനെ അധ്യാരോപം ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരവര് എവിടെ ഇരിക്കണോ അവിടെ അതിനെയൊക്കെ തന്നെ ചൈതന്യമാക്കാം. ബാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോ പറയും, ഇപ്പൊ ഞങ്ങളുടെ തീരുമാനമാണ്, ഈ ടേബിൾ ഉണ്ടല്ലോ ഇത് ബ്രഹ്മമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങാം, ഈ ടേബിൾ ബ്രഹ്മമാണ്, ഈ ഗ്ലാസ് ബ്രഹ്മമാണ്. എന്താന്ന് വെച്ചാൽ തന്റെ മുമ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിൽ ഭഗവത് സ്വരൂപത്തിനെ കണ്ടു തുടങ്ങാം, ചൈതന്യ സ്വരൂപത്തിനെ കണ്ടു തുടങ്ങാം. അങ്ങനെ അതിനെ നിവൃത്തിപരമാക്കിയിട്ട് നോക്കണം. പ്രവൃത്തിപരമാവരുത്. എല്ലാം ചൈതന്യമല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇരുന്നാൽ എന്താണ്, അങ്ങനെയല്ല. ചൈതന്യമായിട്ട് കണ്ടു എന്നുള്ള ലക്ഷണം എന്താ അറിയോ, അതിന് നമ്മൾ വ്യവഹരിക്കില്ല. അതിന് അതിൻ്റെതായ സത്ത നഷ്ടപ്പെടുമ്പോ അതിനെ എങ്ങനെ വ്യവഹരിക്കും? ഒരു ദൃഷ്ടാന്തം പറയും. വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശിയിലുള്ള കഥ തന്നെ പ്രസിദ്ധമാണ്. ഒരു ഒരു രാജാവ് സന്യാസം എടുത്തു കഴിഞ്ഞപ്പോ ധ്യാനിക്കുമ്പോ അവസാനം നിർവികൽപ്പ സമാധിക്ക് മുമ്പ് റാണിയുടെ രൂപം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കും. എന്ത് വെച്ച് ചെയ്താൽ പോല. അപ്പൊ ഗുരു പറയാണ്, ഗുരുവിന്റെ അടുത്ത് പറയാ ആ രൂപം പോണില്ല മുമ്പ്. അപ്പൊ ഗുരു പറഞ്ഞു അത് തന്നെ ബ്രഹ്മമാണെന്ന് ഉപാസിക്കും. അതിപ്പോ റാണി ഉണ്ടോ, മരിച്ചുപോയി കഴിഞ്ഞു എപ്പോഴോ, പിന്നിപ്പോ എന്താ കാണുന്നത്? നിന്റെ തന്നെ ആത്മാവിനെ നീ ആ രൂപത്തിലാക്കി കാണുകയല്ലേ അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോ ഇരിക്കുമ്പോ എന്തൊക്കെയാ കാണാത്തത്? തനിച്ചിരുന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കും, സങ്കല്പം കൊണ്ട് ആരൊക്കെ സൃഷ്ടിക്കും, ആരൊക്കെ ആയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ചിത്ത് മാറും. പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളല്ലാതെ ഒരു സാധനമില്ല, നമ്മൾ തന്നെ എല്ലാവരുമായിട്ട് മാറി പലതിനെയും ഉണ്ടാക്കി തീർക്കുക. ഉണ്ടാവുന്നത് മുഴുവൻ ആത്മാവാണ്. ആ ഏകതത്വജ്ഞാനം കൊണ്ട് അതിനെയൊക്കെ തൊട്ടാൽ ചിന്താമണി കൊണ്ട് തൊടപ്പെടുന്ന ലോഹം സ്വർണമായിട്ട് മാറണ പോലെ ഈ ഇമോഷൻസ് ഒക്കെ തന്നെ നിർവികൽപ്പമായി മാറി ബന്ധിക്കാൻ സാധിക്കാതെ ശമിച്ചു പോയി കഴിയും. അങ്ങനെ ശമിപ്പിക്കുന്ന ഉപായം ഒരു യോഗമാണ്. അതാണ് ജ്ഞാനയോഗം എന്ന് പറഞ്ഞത്. ചിത്തത്തിനെ, മനസ്സിനെ തന്നെ അല്ലേ, മനസ്സെന്ന് പറയുന്നത് എന്താ? ആത്മാവാണ്. ആത്മാവിൽ നിന്ന് ഉദിക്കുന്ന ചിത്തം ആത്മാവിൽ നിന്ന് അന്യമല്ല. ആത്മാവിന് കാണാൻ വയ്യ, ശരി, ജഗദീശ്വരിയാണെന്ന് പറഞ്ഞോളൂ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന വിദർശേ. ശങ്കരാചാര്യൻ, ആദിശങ്കര ഭഗവത് പാദൻ യോഗസമാധിയിലിരിക്കുക. അങ്ങനെ യോഗസമാധിയിലിരുന്ന് ശ്രീശങ്കരാചാര്യർ തന്റെ അനുഭവത്തിനെ പറയുന്നു. ആ കുലകുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് അങ്ങനെ പ്രവർത്തിച്ച് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറഞ്ഞ് ആ ഭ്രൂമധ്യത്തിൽ മനസ്സെന്ന് പറയുന്ന അജ്ഞാനത്തിനെ ഭേദിച്ചിട്ട് സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. സഹസ്രാര പത്മത്തില് ശിവനുമായി ഐക്യം പ്രാപിച്ച് നർത്തനം ചെയ്തു, ആനന്ദിച്ചു എന്നുവെച്ചാൽ സമാധി അനുഭവം. അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പിന്നെയും കാണുന്നു ആ പഴയ മനസ്സുണ്ടല്ലോ. കാലടി, ആര്യാമ്പാദേവി, ശിവഗുരു,
കാശി ഗോവിന്ദ ഭഗവത് പാദർ കാശിയില് കണ്ട ആളുകള് ആരൊക്കെ ഉണ്ടോ എല്ലാരെയും അതൊക്കെ പഴയ പെട്ടി തുറന്ന് അവരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരണം. അതിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയാ അല്ലേ? അപ്പോ ആ മനസ്സ് പൊന്തുമ്പോ ശങ്കരന് യാതൊരു വിഷമല്ല. അപ്പൊ ശ്രീശങ്കരൻ പറയാണ് മനഹാത്വം. ശിവനിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഈ അപൂർവ ശക്തി ആര്? ശിവന്റെ തന്നെ നിഴലാണ്. ശിവനിൽ ഐക്യമായിരുന്ന അർദ്ധനാരീശ്വരിയായിട്ടുള്ള ശക്തി അതിൽ നിന്ന് പുറപ്പെട്ട് മനസ്സെന്ന് പറഞ്ഞ രൂപെടുത്തു. അപ്പൊ ഈ മനസ്സാണ് ആത്മാ തന്നെ. മനഹാത്വം. കുറച്ചു കഴിഞ്ഞപ്പോ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ അങ്ങനെ വിജൃംഭണമായിട്ട് ആകാശമൊക്കെ കണ്ടു. വ്യോമത്വം. കാറ്റ് കണ്ടു. മരുതസി. അഗ്നി കണ്ടു. മരുത്സാരതിരസി. വെള്ളം കണ്ടു. ഭൂമി കണ്ടു. എല്ലാം പ്രപഞ്ചം മുഴുവനും ഏതൊരു ചൈതന്യത്തിനെ നിർവിശേഷമായ ബോധത്തിനെ നിർവികൽപ്പമായി സമാധിയിൽ അനുഭവിച്ചുവോ അത് തന്നെ മനസ്സെന്ന് പറഞ്ഞ് ഇളകുന്ന ഒരു ശക്തിയായി മാറി, വ്യാപിച്ചു നിൽക്കുന്ന ആകാശമായി മാറി, അഗ്നിയായിട്ട് മാറി, ജലമായിട്ട് മാറി, പൃഥ്വിയായിട്ട് മാറി, ഓഷധി വനസ്പതികളായിട്ട് മാറി, പുരുഷനായിട്ടും സ്ത്രീയായിട്ടും മൃഗങ്ങളായിട്ടും കല്ലായിട്ടും മണ്ണായിട്ടും ഒക്കെ മാറി ജഗദ്രൂപേണ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. ചിദാനന്ദ ആകാരം കൊണ്ട് നിന്നു. അപ്പോ കാവ്യാത്മകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ അനുഭൂതിയുടെ ഊക്കം എപ്പറിയും? നിർവിശേഷമായ തീർത്ഥത്തിൽ പോയി മുങ്ങിട്ട് പുറത്തു വരുമ്പോഴേ സവിശേഷമായി മണ്ഡലത്തില് ആ നിർവിശേഷമായ ചൈതന്യം എങ്ങനെ പ്രകാശിക്കണമെന്ന് കാണാനൊക്കും. അല്ലെങ്കിൽ എന്തോ ഒരു ഗംഭീരമായ ഒരു അനുഭവം എന്ന് ഊഹിക്കാം. ആ അനുഭൂതിയെ പറഞ്ഞു ഇവിടെ. അതല്ലാതെ വേറെ എന്തൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ അങ്ങനെ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൽപ്പന മാത്രം, വെറും സങ്കല്പമാണ്. ഇതങ്ങനെ അല്ലാട്ടോ, ഇതും കൂടെ ഉണ്ട് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ദുഃഖം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അറിവിന് ശേഷം പതുക്കെ അതല്ലാത്തതൊക്കെ മാറ്റിക്കൊള്ളണം. ബാലകൃഷ്ണൻ സാറ് ഇടയ്ക്കിടയ്ക്ക് അടുത്ത് പോണവരോടൊക്കെ പറയാറുണ്ട്. രാമകൃഷ്ണ പരമഹംസരെയൊക്കെ ദൃഷ്ടാന്തം പറഞ്ഞിട്ട് പറയും, ഈ തത്വം അറിഞ്ഞിട്ട് അവരൊക്കെ എന്താ ചെയ്ത് പതുക്കെ പതുക്കെ എല്ലാം അതാണെന്ന് ബോധം വരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്തൊക്കെയാണോ തടസ്സം നിൽക്കുന്നത് അതൊക്കെ അത് തന്നെ. കാളി മുമ്പിൽ വന്ന് നിന്നു. ആ തോത്താപുരി മഹാവാക്യം ഉപദേശിക്കുമ്പോ എത്രയൊക്കെ തന്നെ ഉപദേശം കേട്ടാലും കാളിയുടെ ആ രൂപം മുമ്പിൽ വന്ന് നിന്നു. തോത്താപുരിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആ രൂപം പോണില്ല. തോത്താപുരി പറഞ്ഞു, എന്തിനാ പോണ്ടത്? അതും അത് തന്നെയല്ലേ. അത് ആ ചൈതന്യത്തിൽ നിന്ന് അന്യമാണോ? അതും ആ പൂർണ്ണ വസ്തു തന്നെ. സ്വർണം കട്ട സ്വർണമായിട്ടിരുന്നാലും വളയായിട്ടിരുന്നാലും മാലയായിട്ടിരുന്നാലും മോതിരമായിട്ടിരുന്നാലും സ്വർണ്ണല്ലേ. അത് സ്വർണമാണെന്നുള്ള അറിവ് ആണ് വേണ്ടത്. അല്ലാതെ അത് നിഷേധിക്കുകയൊന്നും വേണ്ട. അത് സ്വർണമാണെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോ അങ്ങനെ ധ്യാനിച്ചു രാമകൃഷ്ണദേവൻ. ഏകാന്തമായിട്ട് ഇരുന്ന് പറഞ്ഞു, ഈ കാളി ഉണ്ടല്ലോ, ഈ ജഗദീശ്വരി, നീ ബ്രഹ്മമയിയാണ്, നീ ചൈതന്യമയിയാണ്, നീ ചൈതന്യമാണ് എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, അതങ്ങനെ ആ അറിവ് ആ രൂപത്തിന് നിൽക്കണമെങ്കില് ദ്വൈതമാണ്. ദ്വൈതം ഉണ്ടെങ്കിലേ ആ രൂപം നിൽക്കുള്ളൂ. ആ ദ്വൈതം എടുത്തു കളയുമ്പോ എന്താവും? അതങ്ങനെ അലയങ്ങനെ ആരായുവിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടവും പാരായിടുന്നു, ഒക്കെ അങ്ങനെ ഏകത്തില് ലയിച്ചു പോയി. അതിൽ തോന്നുന്നതൊക്കെ അഹോ നാടകം നിഖിലവും, അതിലൊക്കെ ഒരു ലീലാ നാടകം പോലെ ഒക്കെ തോന്നുകയാണ്. ഇങ്ങനെ അറിഞ്ഞ് ഈ തത്വജ്ഞാനത്തിന്റെ രസാനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ആരുടെ ചിത്തം നിത്യേ പരേ നിർമ്മലെ, നിത്യമായ പരമാത്മാവിൽ നിർമ്മലമായ ചൈതന്യത്തിൽ ദൃഢാമതി ഇളകിപ്പോകാതെ നിൽക്കണു. ഒരു ഗ്ലിംസ് കിട്ടിപ്പോയി, അങ്ങനെയല്ല. ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് ആരതിൽ നിഷ്ഠരാണോ അങ്ങനെയുള്ളവര് ആര് വേണമെങ്കിലാവട്ടെ, സുരേന്ദ്ര വന്ദിത പദ എന്നാണ് ഇനി പറയാൻ. ആര് വേണമെങ്കിലാവട്ടെ, സചണ്ടാളോസ്തു സതുദ്വിജോസ്തു. ഋഷികൾക്ക് ഈ ഭേദബുദ്ധിയൊന്നുമില്ല. ശ്രീ ശുഖബ്രഹ്മ മഹർഷിക്ക് ജ്ഞാനുണ്ടായി. വ്യാസഭഗവാൻ ജ്ഞാനം ജനറ്റിക്കായിട്ട് തീരുമ്പോ ജീവൻ മുക്തിയായി. പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ജീനില് ഓരോ ജീനിന്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ അവിദ്യ അല്പം പോലും ഇല്ല എന്നർത്ഥം.
അപ്പോ സാധാരണ പറയാറുണ്ട് ഈ വ്യാസന്റെ ഫാമിലി ട്രീ ഫുൾഫിൽഡ് ആവുന്നത് ശുഗനിലാണ്. അത് വസിഷ്ഠൻ മുതൽക്ക് തുടങ്ങി. വസിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ, ശുഗൻ, അവിടെ അവസാനിച്ചു. ശുഗനിൽ എങ്ങനെ അവസാനിച്ചു എന്ന് വെച്ചാൽ അധികം ഒന്നും മെനക്കെടാതെ ബുദ്ധിമുട്ടാതെ ജനിച്ചു കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം നല്ലവണ്ണം അങ്ങോട്ട് തത്വനിശ്ചയം. നിശ്ചയമൊന്നുമെങ്കിൽ ചെറിയൊരു സംശയം എന്താന്ന് വെച്ചാൽ ഈ അനുഭവിച്ചത് ഇത് തന്നെയാണ് അത് എന്ന് പറയാൻ ഒരാൾ വേണം. എങ്ങനെയോ ഗുരുവിന്റെ ആവശ്യം വരും. ഒരു രൂപത്തിൽ വന്ന് താൻ അനുഭവിക്കുന്നുണ്ടല്ലോ ഇത് തന്നെ അത്. നമ്മുടെ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയിൽ അരുണാചലേശ്വരനോട് തന്നെ പ്രാർത്ഥിക്കണം. അറിയാതെ ഞാൻ അത് അറിഞ്ഞു, തത്വം തെരിയാതെ അത്തണை ഉற்றாய் തത്വം ഇതുവെന്ന അരുണാചല. ആ തത്വം എന്താണെന്ന് അറിയാതെ ഞാൻ ആ തത്വത്തിനെ അറിഞ്ഞ് അനുഭവിച്ചു. ഇപ്പൊ ഇത് തന്നെ അതെന്ന് എന്നെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. ഒരു നിശ്ചയം വരട്ടെ. ആ നിശ്ചയം വരാനായിട്ട് ഭഗവാൻ സദ്ഗുരുവായിട്ട് വന്ന് മുമ്പിൽ വന്ന് നിന്ന് ഇത് തന്നെ നീ അറിയേണ്ടത് ഇത് തന്നെ ഏതദ്വൈ തത് എന്ന് പറയണം. അപ്പോ ഇത്തം യസ്യ ദൃഢാമതി സുഗതരേ നിത്യേ പരേ നിർമ്മലേ. ദൃഢമായിട്ടുള്ള ആ അനുഭവം വരാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ അനുഭവം ആർക്ക് വന്നിരിക്കുന്നുവോ ആ അനുഭവം വന്നിട്ടുള്ള ആള് ഞാൻ എന്തെങ്കിലും വിട്ടോ ഇങ്ങനെ പറഞ്ഞു വന്ന് വിട്ടു. ആ അനുഭവം വന്നിട്ടുള്ള ആള് ആവശ്യം വരും ശിഷ്യന് അഥവാ ജിജ്ഞാസുവിന്. എന്തിനാന്ന് വെച്ചാൽ ഉറപ്പ് കിട്ടാനായിട്ട്. നീ പോണത് ശരി തന്നെ, നീ അത് തന്നെ എന്ന് പറയാനായിട്ട്. അതാണ് വലിയൊരു അത്ഭുതം. നമ്മൾ അതായിട്ട് തന്നെ ഇരുന്നിട്ട് ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് പറയേണ്ടി വരും ഇത് തന്നെ അത്, നീ തന്നെ അത്. അങ്ങനെ കേൾക്കുമ്പോ നമ്മളും പൂർണ്ണമാവും. ഒരു വിളക്ക് വേറെ ഒരു വിളക്ക് കൊളുത്തണ പോലെ ആ അനുഭൂതിമാനാവുന്ന വിളക്ക് മുമുക്ഷുവിന്റെ ഹൃദയത്തില് തിരികൊളുത്തുമ്പോ രണ്ടുപേരും ഒരേപോലെ ദീപം ജ്വലിക്കും. അതിന് കാരണമായ ഗുരുവിനെ ജാതി മതമൊന്നും നോക്കാതെ ചെന്ന് ആശ്രയിക്കൂ. അയാൾ എങ്ങനെ വേണമെങ്കിലും ആവട്ടെ ചെന്ന് ആശ്രയിക്കൂ. അയാളോട് ചെന്ന് ചോദിക്കൂ. ആ തത്വജ്ഞാനം ദൃഢമായിട്ട് തീരാനായിട്ട് ആശ്രയിക്കൂ. സത്സംഗം എന്ന് പറയുന്നത് അതാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ ഈ പ്രഭാഷണം എന്ന് മാത്രമല്ല, അനുഭവമുള്ള ആളുകളെ കണ്ട് അത് പറഞ്ഞ് കേട്ട് ദൃഢമാക്കാം. ബാലകൃഷ്ണ സാറ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, രാവിലെ ആയാൽ ഞാനിതാ ഈ വാതിൽ അങ്ങോട്ട് തുറന്നു വെക്കും. ആര് വന്നാലും ഇതേ ഉള്ളൂ നമുക്ക് പറയാൻ, വേറെ ഒന്നും പറയാനില്ല. അത് ചോദിക്കാം, പറയാം. തത് ചിന്തനം, തത് കഥനം, അന്യോന്യം തത് പ്രബോധനം, ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഃ. അതിനെ ചിന്തിക്കുക, അതിനെ തന്നെ പറയുക, അതിനെ തന്നെ അനുസന്ധാനം ചെയ്യുക. ഏവം പ്രഗായൻ, അങ്ങനെ അതിനെ തന്നെ പാടി രസിക്കുക. അങ്ങനെ സത്സംഗം വേണം. സത്സംഗം വേണമെങ്കിൽ സത്തിനെ അറിഞ്ഞ ആളുകൾ വേണമല്ലോ. അല്ലേ? പൃഥു മഹാരാജാവ് ഭാഗവതത്തിൽ പറഞ്ഞു, അങ്ങനെ അറിഞ്ഞ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയണത് കേൾക്കാനായിട്ട് എനിക്കൊരു 10,000 ചെവി തരൂ എന്ന് ചോദിച്ചു. ഭഗവാൻ എന്ത് വരം വേണം എന്നാ ചോദിച്ചതേ പൃഥുവിന്റെ അടുത്ത്. നമ്മളാണെങ്കിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. നമ്മളുടെ മുമ്പിൽ ഭഗവാൻ പേടിച്ചിട്ട് വരാതിരിക്കുക. അന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങളുടെ പോസ്റ്റ് ഞങ്ങൾക്ക് തന്നേക്കൂ പറഞ്ഞേക്കും ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ ഭയന്നിട്ട് വരാതിരിക്കുകയാണ്. അപ്പോ പൃഥുവിന്റെ മുമ്പിൽ വന്നു. ഭഗവാൻ നല്ല സൂത്രം എന്താന്ന് വെച്ചാൽ ആര് ചോദിക്കലോ അവരുടെ പുറകെ നടന്നു. കബീർ ഒരു ദോഹേന് പറയണ്ട്, ലോകമൊക്കെ രാമൻ എവിടെ രാമൻ എവിടെ ചോദിച്ചുകൊണ്ട് നടക്കണു. രാമൻ എന്റെ പുറകില് നടന്നുകൊണ്ടേയിരിക്കണു. കഹത്ത് കബീർ 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 എന്ന് വിളിച്ചുകൊണ്ട് നടക്കണു ഇത്രേ രാമൻ. അപ്പോ ആർക്കാണ് ഒരു ആഗ്രഹവും ഇല്ലാത്തത്? ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയേണ്ട, ആഗ്രഹം ഇല്ലാത്തവരുടെ പുറകെ ഞാൻ കൂടുന്നു. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്തി അംഘ്രിരേണുപി. അവന്റെ പാദരജസ് കൊണ്ട് എന്നെ ശുദ്ധമാക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവന്റെ പുറകെ ഞാൻ നടക്കും. ഒന്നും ആഗ്രഹിക്കാത്തവന് സംരക്ഷിക്കുന്നത് ആ ഈശ്വരന്റെ ചുമതലയാണ്. അപ്പൊ ഈ ആഗ്രഹമില്ലാത്ത ആള് പൃഥു, അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഭഗവാൻ വന്നപ്പോ എന്ത് വരമാ വേണ്ടത് ചോദിച്ചു. വരം കൊണ്ടൊക്കെ നേടേണ്ട അങ്ങ് മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്ത് വരമാ ചോദിക്കേണ്ടത്? എങ്കിലും ചോദിക്കാണ്, എനിക്ക് ആത്മാനുഭവം ഉണ്ടാവാൻ തക്കവണ്ണമുള്ള സത്സംഗം തരും. ഒരു വലിയ ഭാഗവതത്തിൽ പറയുന്ന ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ,
രഹസ്യം തന്നെയാണ് ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ പറയണത്. നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ ഈ സീക്രട്ട് നിന്നോട് പറയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും വെറുതെ പറയാന്ന് തോന്നും. ഇപ്പൊ എന്താപ്പോ സീക്രട്ട് പറയാൻ പ്രിയപ്പെട്ട ആൾ, അതെന്താന്ന് വെച്ചാൽ അപ്പോഴേ വിശ്വാസമുള്ളൂ. അതാണ്, ഈ വിശ്വാസമുള്ള ആളുകളോട് പറഞ്ഞാലേ ഏൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതേപടി എടുക്കും അല്ലേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോ അഭേദാശ്രമത്തിലേക്ക് എങ്ങനെയാ പോണ്ടത്, അപ്പൊ ചിലരുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് പറയും മുൻകൂട്ടി പോകാൻ പറ്റില്ല, പുറകുവശത്തൂടെ പോകും. അവന്റെ വർത്തമാനവും ഭാഷയൊക്കെ കൂടെ കേട്ടപ്പോ തന്നെ വിശ്വസിക്കാൻ തോന്നിക്കുക. അപ്പൊ യുക്തി വിചാരം ചെയ്തു, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇങ്ങനത്തെ സ്വഭാവ. വലത്തോട്ട് ചോദിച്ചാൽ ഇടത്തോട്ട് പറയും, കിഴക്കോട്ട് ചോദിച്ചാൽ പടിഞ്ഞാട്ടേക്ക് പറയും. വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ പോയി നോക്കാം. ഇവിടെ ഒന്ന് നോക്കുമ്പോഴൊക്കെ അടഞ്ഞിരിക്കണം. അത് ആദ്യമേ വിശ്വസിക്കരുതെന്ന് വെച്ചാൽ വിശ്വാസ്യമായിട്ട് ഇരുന്നില്ല അയാളെന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സാധകന്റെ യോഗ്യതയ്ക്കനുസരിച്ച് സിദ്ധന്മാരെ കിട്ടണം. അത് സിദ്ധന്മാരുടെ ദോഷമല്ല, സാധകന്റെ ദോഷമാണ്. സാധകന്റെ ദോഷത്തിനനുസരിച്ച് സിദ്ധന്മാരെ കിട്ടണം. ആനന്ദാശ്രമത്തില് മാതാജി കൃഷ്ണാബായി അമ്മ ഉണ്ടായിരുന്നു. അവര് പല മഹാത്മാക്കളെയും കണ്ട അവസാനമാണ് സ്വാമി രാമദാസിന്റെ അടുത്ത് വന്ന് ശരണാഗതി ചെയ്യണത്. അപ്പൊ ആരോ ചോദിച്ചു, എത്ര മഹാത്മാക്കളുടെ അടുത്താണ് നിങ്ങൾ പോയത്, എന്നിട്ടും എന്നെ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അവരൊക്കെ ജ്ഞാനികളായ സിദ്ധാരൂഢ സ്വാമി അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ദോഷം സൂക്ഷ്മമായിട്ടുണ്ടായിരുന്നു. എന്താ ദോഷം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് വരണ ഗുരു ഞങ്ങളുടെ ജാതിയില്, അതും ഈ ഗൗഡസാരസ്വത കമ്മ്യൂണിറ്റിയിൽ വരണം. അവര് പഠിപ്പും അറിവൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചവരാ. അവര് യാഥാസ്ഥിതികമായ ഗൗഡസാരസ്വത കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരായിരിക്കണം. അദ്ദേഹം നേരിട്ട് സന്യാസിയായിരിക്കാൻ പാടില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന്, എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ആളാവാനും പാടില്ല. അതിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ആളായിരിക്കണം. ഇത്രയും കണ്ടീഷൻ ഉള്ളിൽ വെച്ചിരുന്നു എന്നാണ് ഭഗവാൻ. അതുകൊണ്ട് അതൊക്കെ ഫുൾഫിൽ ചെയ്ത് അങ്ങനെ ഒരു ഗുരുവിനെ അവസാനം തന്നപ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് ശരണാഗതി ഉണ്ടായി. ഈ ശരണാഗതി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ. നമ്മള് ചിലപ്പോ സ്ക്രൂ ഡ്രൈവർ എടുക്കുമ്പോഴേ ഇത് ഫിറ്റ് ആവില്ല, വേറൊന്നും എടുത്ത് നോക്കി ഇത് ഫിറ്റ് ആവില്ല, ഒന്ന് വിട്ട് തിരിക്കുമ്പോ കറക്റ്റായിട്ട് ഫിറ്റ് ആയി അല്ലേ. അതുപോലെ നമുക്ക് പറ്റിയ ഒരു സെന്റർ വരണം ശരണാഗതി ചെയ്യാനായിട്ട്. ആ സെന്റർ മുമ്പിൽ വരുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് സഹജമായിട്ട് ശരണാഗതി നടക്കും. അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് ആ ഗുരു, ചിലരെ അവര് തീരുമാനിക്കും ഒരു ഗുരു വേണമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ഗുരുവിനെ എവിടെ കിട്ടുന്ന അന്വേഷിക്കും. ചിലര് ശിഷ്യന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നീ ശിഷ്യനാവാൻ തയ്യാറാണോ, ഇയാള് നീ ഗുരുവാവാൻ തയ്യാറോ, രണ്ടും കൂടെ ചേർക്കും. എന്നിട്ട് ഈ ശിഷ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളവരോടൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കും, ഇന്ന ആളെ നിങ്ങൾക്ക് അറിയുമോ, അയാൾ എങ്ങനെയാണ്, ഗുരുവിനെയാണ് ചോദിക്കുന്നത്. ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ട് നടക്കും. എന്താന്ന് വെച്ചാൽ അവർക്ക് ഗുരുവിന് ഉറപ്പില്ല, ഗുരുവാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഗുരു വേണമല്ലോ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. എന്നിട്ട് സ്വന്തം ഗുരുവിനെ കുറിച്ച് നാട്ടുകാരെന്ത് പറയണു, വീട്ടുകാരെന്ത് പറയണു, ഇവരെന്ത് പറയണു, അവരെന്ത് പറയണു ഒക്കെ ചോദിച്ചിട്ട് അവസാനായി ശരീരം. ഗുരുവിനാണെങ്കിൽ പേടി, ഇയാൾ പോവോ പോയി കഴിഞ്ഞാൽ നീ നശിച്ചു പോയി കളയുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനെ ഇതാണ് രാമകൃഷ്ണ പരമഹംസർ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. പോക്കാച്ചിത്തവളയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന നീർക്കോലി പോലെ രണ്ടുപേരും ബുദ്ധിമുട്ടുണ്ട്. ഈ വലിയ തവള അത് വായിലും പെട്ടു, നീർക്കോലിക്കൊട്ട് വിഴുങ്ങാനും പറ്റില്ല, തവളയ്ക്കൊട്ട് ചാടാനും പറ്റില്ല. ഇങ്ങനെ ഉഭയതോപി അസുഖം ഭഗവൻ ഭാഗവത്. രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്, രണ്ടുപേരുടെ കാര്യവും കഷ്ടത്തിലാണ്. ഇടുക്കിലാപ്പിട്ട കുരങ്കു പോലെ മുഴിക്കടാൻ തമിഴൊരു പാട്ടുണ്ട്. ഈ കുരങ്ങൻ മരം വെട്ടിയിട്ട് ആപ്പടിച്ചു വെച്ചിരിക്കുക. ഈ കുരങ്ങൻ എന്ത് ചെയ്തു അത്ര അതിനകത്ത് പോയി കാലിട്ടിട്ട് ആപ്പൂരി എടുത്തു. അതുപോലെ അതിനകത്ത് കിടന്ന് പെട്ടു. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട. തിരിയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, തിരിയെങ്കിലും ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒരു കാര്യം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ്. ഏത് സന്നിധിയിൽ വരുമ്പോ, അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടല്ലോ, ഈശ്വരനെ ശരണാഗതി ചെയ്യാം. അമ്പലത്തിലെ സ്വാമി ഒരു കുഴപ്പവും ചെയ്യില്ല നമുക്ക്, അദ്ദേഹം ഒരു ചീത്ത കാര്യവും ചെയ്യില്ല, അയാൾ സംശയം ഉണ്ടാക്കില്ല, അവിടെ ശരണാഗതി ചെയ്യാം.
അമ്പലത്തിലെ സ്വാമി നമുക്ക് വഴി കാണിക്കുമോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ കാണിക്കും. നമുക്ക് അത്ര കണ്ട് ഭക്തി ഉണ്ടെങ്കിൽ അത് മതി. അത്ര കണ്ട് പ്രബലമായി ഭക്തി ഉണ്ടെങ്കിൽ അമ്പലത്തിലെ സ്വാമിയോ പുറമേക്കുള്ള ഗുരുവോ ഒക്കെ നമ്മളുടെ അന്തർയാമിയെ ഉണർത്താൻ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ആലംബമാണ്. ആ ആലംബത്തിന്റെ ബലം, അത് നല്ല ജീവൻ മുക്ത പുരുഷനായ ഒരു മഹാത്മാവ് വരുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണരും. മാത്രമല്ല നമ്മളെ പോലെ ഒരാൾ ആ അനുഭവസ്ഥിതിയിൽ ഇരുന്ന് കാണിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഊക്കം, ഒരു ബലം കൂടും. അത് കാര്യമേറെ. നമ്മളെ പോലെ തന്നെ ഒരാൾ അങ്ങനെ ഇരുന്ന ആ സ്ഥിതിയിൽ, ഇരുന്ന അനുഭൂതി സ്ഥിതിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്കും സാധിക്കുമെന്നൊരു വീര്യം വരുമുള്ളിൽ. അതൊക്കെയാണ് ആ സത്സംഗത്തിന്റെ മഹിമ എന്ന് പറയുന്നത്, വൈഭവം എന്ന് പറയുന്നത്. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ ഏച്ചുകൂട്ടാൻ നിൽക്കണ്ട. ഏച്ചുകൂട്ടിയാൽ കുഴപ്പമാവും. അപ്പോ നമുക്ക് ഈശ്വരനെ ഇഷ്ടദേവതാ രൂപത്തിൽ ഭജിച്ചും കൊണ്ട് ഭക്തിയോട് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഗുരു കിട്ടാൻ യോഗ്യതയാവുമ്പോ ഭഗവാൻ അയച്ചോളൂ. അല്ലെങ്കിൽ ഈ ശിഷ്യന്മാര് ഗുരുവിനെ കുറ്റം പറയും, ഗുരുവിനെ മാത്രം കുറ്റം പറയണ്ട. ഈ ശിഷ്യന്മാര് ഗുരുവിനെയും ദ്രോഹിച്ചു കളയും. അങ്ങോട്ട് പോയിട്ട് ശിഷ്യന്മാർ ഗുരുവിനെ ദ്രോഹിക്കും, ഗുരു ശിഷ്യനെ ദ്രോഹിക്കും. ഇതൊക്കെ കുറ്റം പറഞ്ഞ് നടക്കാൻ പാടില്ല. അതിനെ ഇടവരുത്തരുത്. നമ്മളുടെ ദോഷം കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് കുഴപ്പം വരികയാണെങ്കിലും അതിന് ഒരു കറസ്പോണ്ടിങ് എലമെന്റ് നമ്മളുടെ ഉള്ളിൽ ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ശരണാഗതി ചെയ്യാം. ഭക്തി ചെയ്താൽ മുമ്പിൽ വന്നോളൂ. ഇപ്പൊ പൃഥു പറഞ്ഞ് ഭഗവാൻ മുമ്പിൽ വന്നപ്പോ അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ കൊണ്ടുവരിക. അവര് ഹൃദയത്തിൽ അനുഭവിക്കുന്നത് മഹത്തമ അന്തർഹൃദയാത്ത് മുഖച്യുത. അവരുടെ വായിലൂടെ അത് പുറത്തു വരുമ്പോ അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന സുധാകണാനില, ആ വായു ഉണ്ടല്ലോ, അത് വഹിച്ചു കൊണ്ടുവരുന്ന വായു മേലെ സ്പർശിച്ചാൽ പോലും സ്മൃതിം യച്ഛതി വിസ്മൃത തത്വവർത്തമാനം. മഹാത്മാക്കളുടെ ആ വാക്ക് കൊണ്ടുവരുന്ന കാറ്റ് മേലെ സ്പർശിച്ചാൽ പോലും സമാധി അനുഭവം ഉണ്ടാകും. മറന്നുപോയതായ ആത്മാവിനെ വീണ്ടും ഓർക്കും. അതുകൊണ്ട് ആ ഭാഗ്യം എനിക്ക് തരൂ എന്നാണ് പൃഥു മഹാരാജാവ് ചോദിക്കുന്നത്. അങ്ങനെ സത്സംഗം കിട്ടുമ്പോ ലെറ്റ് മീ ലിസൺ വിത്ത് മൈ ഹോൾ ബീങ്. ഓരോ കോശവും, എന്റെ ശരീരത്തിലുള്ള ഓരോ കോശവും ഒരു ചെവിയായിട്ട് മാറട്ടെ. എന്റെ ഉപാധി മുഴുവനും ചെവിയായിട്ട് മാറട്ടെ. എന്നുവെച്ചാൽ ഉപാധി മുഴുവനും ഹൃദയമായിട്ട് മാറി ഞാൻ കേൾക്കണം, അനുഭവിക്കണം. അതിന് തക്കവണ്ണമുള്ള സത്സംഗ ഭാഗ്യം തരൂ എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോഴേക്ക് എന്റെ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നുള്ള ബ്രഹ്മകുമാരന്മാരൊക്കെ പൃഥുവിനെ അന്വേഷിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ സത്സംഗം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സത്സംഗം കിട്ടും. സത്സംഗത്തിന്റെ രഹസ്യം എന്താ? രഹസ്യം എന്ന് വെച്ചാൽ എന്ത് സാധന ചെയ്യുമ്പോഴും ഈ സാധന ചെയ്യുന്ന ആളുണ്ടല്ലോ അതിന്റെ കൂടെ ഒട്ടി നിൽക്കും. അതൊരു ചെറിയ ദോഷമാണ്. ജപം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ആള് അല്ലേ, ചില വീട്ടില് മെഡിറ്റേഷൻ, ഭർത്താവ് പുതിയതായിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് വന്ന് വീട്ടിൽ ഒരു മെഡിറ്റേഷൻ റൂം ഉണ്ടാക്കി. എന്നിട്ട് ഒരു മെഡിറ്റേഷൻ സീറ്റൊക്കെ വെച്ച് കണ്ണടച്ച് നിശ്ചലമായിട്ട് പ്രാണനെയൊക്കെ നോക്കി ഓമൊക്കെ ജപിച്ച് അങ്ങനെ കണ്ണടച്ചപ്പോണ്ട് അടുക്കളയിൽ ഒരു പാത്രം വീണു. ഒരു പാത്രം വീണതോടുകൂടെ ഇയാള് എഴുന്നേറ്റ് പോയി ഭഗവത്ഗീതയല്ല കുരുക്ഷേത്രം തന്നെ അവിടെ കുരുക്ഷേത്ര യുദ്ധം അവിടെ നടന്നു. ഇപ്പൊ എന്ത് പറ്റി? ഒരു ചെറിയ ഒരു സാധനം, ഒരു വികല്പം ഉണ്ടാക്കി. അഷ്ടാവക്രൻ ജനകൻ ഉപദേശിച്ചു. അത് കഴിഞ്ഞിട്ട് ജനകൻ അഷ്ടാവക്രൻക്ക് ഉപദേശിച്ചതിനെ അങ്ങനെ സ്വീകരിക്കാനായി ഏകാന്തമായിട്ട് സമാധിയിലിരുന്നു. അഷ്ടാവക്രൻ തട്ടി വിളിച്ച് ജനകൻ കണ്ണു തുറന്നു നോക്കുമ്പോ അഷ്ടാവക്രൻ മുന്നിൽ. എന്തേ? വെറുതെ വിളിച്ചതാണ്. ധ്യാനിക്കുന്ന ജനകനെ തട്ടി. ജനകൻ ശാന്തമായി 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോ ജനകൻ ചോദിച്ചു, എന്തിനാ എന്നെ വിളിക്കണത്? തന്റെ ബന്ധം നിശേഷം നീക്കാനാണോ? പരിച്ഛിന്നത, തന്റെ പരിമിത ബുദ്ധി നിശേഷം നീക്കാനായിട്ട് വിളിക്കാണ്. എന്താ പരിമിത ബുദ്ധി? ഇപ്പൊ എനിക്ക് അയമേവ ഹിതേ ബന്ധ യത് സമാധിമനുതിഷ്ഠസി. നീ അപൂർണ വസ്തുവാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ സമാധിയിൽ ഇരിക്കണമെന്ന് നിശ്ചയിക്കണമെന്നാണ്. ഇതെന്നാണ് എനിക്ക് ബന്ധം. ടൈംലെസ് ആയി കാലാതീതമായിട്ടിരിക്കുന്ന വസ്തുവിനെ കാലത്തിന്റെ ഉള്ളിൽപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. മനസ്സിന് അതീതമായ വസ്തുവിനെ മനസ്സുകൊണ്ട് പരിമിതിപ്പെടുത്താൻ ശ്രമിക്കില്ല. അയമേവ ഹിതേ ബന്ധ. അതൊരു വിധത്തിലെ ജ്ഞാനത്തിന് ഒരു ഉപദേശം. ഇത് അതുകൊണ്ടാണ് അഷ്ടാവക്ര ഗീത ആദ്യമേ എടുത്തു തുടങ്ങരുത് എന്ന് പറയാം. അവസാനം പറയാം. എന്നുവെച്ചാൽ
ധ്യാനിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് ധ്യാനിക്കുന്നതിന് ശേഷം ഇല്ല, ധ്യാനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭ്രമം വരാൻ പാടില്ല. നിരന്തരം അതേ ഉള്ളൂ, അഖണ്ഡമാണ്, അപരിച്ഛിന്നമാണ്, അനന്തമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയണത്. അതുകൊണ്ട് ആ അപൂർണത്വം അതിന് വികല്പമുണ്ടാവാതിരിക്കാനായിട്ടാണ്. അപ്പൊ സത്സംഗം ചിലപ്പോ ജപിക്കുമ്പോ ജപം ചെയ്യണമെന്ന് ചിലപ്പോ തോന്നും, വായിക്കുമ്പോ വായിക്കണമെന്ന് തോന്നും, പൂജ ചെയ്യുമ്പോ പൂജ ചെയ്യണമെന്ന് തോന്നും, ധ്യാനിക്കുമ്പോ ധ്യാനിക്കണമെന്ന് തോന്നും. ഈ സത്സംഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ഞാൻ സത്സംഗത്തിൽ ഇരുന്ന് ഞാൻ കേൾക്കണമെന്ന് തോന്നില്ല. ഒരു മഹാപുരുഷ സമ്പർക്കത്തില് സന്നിധിയിലൊക്കെ ഇരിക്കുമ്പോ നമ്മൾ കോൺഷ്യസ് ആണോ? നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യൂ? ഞാൻ 1.5 മണിക്കൂർ ഇരുന്നു, പക്ഷെ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ഇരിക്കും. പക്ഷേ സപ്താഹത്തിൽ എത്രയോ മണിക്കൂർ ഇരിക്കും, ഇല്ലേ? അഭിമാനിക്കാനൊന്നും ഇല്ലാതെ, കാരണം നമ്മളൊന്നും ചെയ്യണില്ല, നടക്കുകയാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ സീക്രട്ട്. നമ്മൾ തന്നെയാണ് ഓട്ടോ പിടിച്ച് മെനക്കെട്ട് എവിടുന്നോ വന്നു ഇരിക്കണു, ആ സമ്പർക്കത്തിൽ ഇരിക്കണു. പക്ഷേ ബാക്കി സാധനങ്ങളിൽ വരുന്ന ഒരു ദോഷം ഇതിലുണ്ടാവില്ല, ചെയ്യണു എന്നുള്ള തോന്നലുണ്ടാവില്ല. ചെയ്യുകയും ചെയ്തിട്ട് ചെയ്യണു എന്നുള്ള ഒരു വികല്പമില്ലാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതൽ ഈ സത്സംഗത്തിലാണെന്നുള്ളത് കൊണ്ടാണ് സത്സംഗേനൈവ ഹി ദൈതേയ യാതുധാന മൃഗാഹ ഖഗാഹ ഗന്ധർവ അപ്സരസോ നാഗാഹ സിദ്ധാഹ ചാരണഗുഹ്യകാഹ വിദ്യാധരാഹ മനുഷ്യേഷു സ്ത്രീയഃ ശൂദ്രോന്ത്യജാഹ ബഹവോ മത്പദം പ്രാപ്താഹ ത്വാഷ്ട്ര കായാഘവാദയഃ എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു. എത്ര ആളുകളാ ഉദ്ധവ? വണ്ടിക്കണക്കിന് ലോറിക്കണക്കിനാ വന്നിരിക്കണത്. ഇങ്ങനെയാ? ഒന്നും അവര് ചെയ്തിട്ടല്ല, മഹാപുരുഷ സമ്പർക്കം കൊണ്ട് അങ്ങനെ വഴുതി 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 പോവുക. അതുകൊണ്ട് സത്സംഗത്തിന്റെ മഹിമയെ അത്ര വാഴ്ത്തി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പവർഫുൾ സാധനയാണത്. നമ്മളുടെ സാധനയും ആ ലാഘവത്തിന് വന്നാൽ ശരി, നമ്മൾ എന്ത് സാധന ചെയ്യുന്നു അതും നിരന്തരമാവുകയും എഫേർട്ട് ഇല്ലാതിരിക്കുകയും വേണം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, എന്നെ ആശ്രയിച്ചുകൊണ്ട് നിരന്തരം യത്നം ചെയ്യുന്നു. അതാണ് അതിന്റെ ലാഘവം. നീന്തുന്നവര് ചിലര് കടലിലൊക്കെ ഒരുപാട് ദൂരം നീന്തും. എങ്ങനെയാ നീന്തണം? നമുക്ക് കുറച്ചു ദൂരം നീന്തുമ്പോഴേക്കും ക്ഷീണിച്ചു അല്ലേ? കടലിൽ നീന്തും. എങ്ങനെയാന്ന് വെച്ചാൽ അവർക്കറിയാം, ക്ഷീണിക്കാതെ നീന്താൻ അറിയാം. നമ്മൾക്ക് ക്ഷീണിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത്തിരി ചെയ്യുമ്പോഴേക്കും ചെയ്തു, ഒരുപാട് ചെയ്തു എന്നൊക്കെ തോന്നാം. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ പൊതുവെ പറയുന്നതാണ്, കണ്ണടച്ച് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂറായി എന്നൊക്കെ തോന്നും. ആ നേരമായി ധ്യാനിക്കാൻ തോന്നും. സന്തോഷമായിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ 7 മിനിറ്റ്. ഉപ്പര് വിചാരിച്ചത് ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അരയിട പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരു അല്പനേരം എന്ന് വിചാരിച്ച് കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് 7 മിനിറ്റ്. വാച്ചിനെ തല്ലിപ്പൊട്ടി ആ ടൈംലെസ് ആയിട്ട് ഇരിക്കുക. അതെങ്ങനെ സാധിക്കും? സഹജമായിട്ട് ആ നിർവികൽപ്പ സ്ഥിതിയില് ഇരിക്കാൻ ഉള്ള ഭാഗ്യം സത്സംഗത്തില് സാധിക്കും. സമയം പോണതേ അറിയില്ല. ഞാൻ തമാശായിട്ട് ഈയിടെ ആരോടോ പറഞ്ഞു, തിരുവണ്ണാമലയിലത്തെ കാര്യം പറഞ്ഞു. ഈ തിരുവണ്ണാമലയിൽ ഇരുന്നാൽ ആയുസ് കുറഞ്ഞു പോകും. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെയല്ല. നിങ്ങൾക്ക് ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇത്രയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഞായർ കഴിഞ്ഞാൽ പിന്നെയും ഞായർ, അടുത്ത ദിവസവും ഞായറാഴ്ച. കലണ്ടറൊക്കെ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലത്ത് 365 ദിവസമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സമയം പോണതേ അറിയില്ല, ടൈമേ ഇല്ല. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതും അറിയില്ല. കാര്യമായിട്ട് വല്ലതും ചെയ്യണ്ടോന്ന് വെച്ചാൽ അതും നിശ്ചയില്ല. സമയം പോണതും അറിയണില്ല. അപ്പോ സുഖമായിട്ടിരിക്കുമ്പോ സമയം വേഗം പോയി പോകും. അതുകൊണ്ട് ദീർഘായുസ് ഇരിക്കണമെങ്കിൽ ദുഃഖിച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ അറിയാതെ എന്താ പതുക്കെ പോകണം, ആയുസ് പതുക്കെ പോകണം. അപ്പോ അങ്ങനെ ഈ സത്സംഗത്തിനുള്ള ഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ഈ ലക്ഷണം പറയണത്. ഈ ജ്ഞാനം എവിടുന്ന് കിട്ടുമോ അതിനെ ആശ്രയിക്കുക. സത്സംഗം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. അത് എവിടെയാണെങ്കിലും ഇരുന്ന് കേട്ട് അനുസന്ധാനം ചെയ്ത് രാവും പകലും മനസ്സിനെ അതില് മുക്കി വെച്ച് അതിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. ആ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് നോക്കൂ, ഭാഗവതത്തിൽ അവസാന ലക്ഷണം ആശ്രയമാണ്. മുക്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ പോരാ, ആശ്രയിക്കണം. അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വേറെ എന്തിനെങ്കിലും ഒക്കെ ആശ്രയിക്കും. യാതൊന്നിനെ അറിഞ്ഞുവോ അത് ആശ്രയമാണെന്ന് അറിഞ്ഞ് അതിലെല്ലാ ആറ്റിനെയും കൊണ്ട് സമർപ്പണം ചെയ്യണം. അവസാനം സമർപ്പണം ചെയ്യുന്ന തന്നെയും അങ്ങോട്ട് ഹോമിച്ചുകളാണ്. അങ്ങനെ ആ പരിപൂർണമായ
ജ്ഞാനബലത്തോടു കൂടിയവൻ അവൻ മുക്തനാണ്, അവൻ സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യത്തിന് ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടത് വൈരാഗ്യം. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നല്ല കോമൺ സെൻസ് എന്നർത്ഥം. വൈരാഗ്യത്തിന് അർത്ഥമാണ്. വൈരാഗ്യം എന്ന് വെച്ചാൽ കോമൺ സെൻസ്, അത്രയേ ഉള്ളൂ. വിവേകവും വൈരാഗ്യവും. വിവേകം കോമൺ സെൻസ് ആണ്, വൈരാഗ്യം അതിന്റെ ഫ്രൂട്ടാണ്. വൈരാഗ്യം വരുമ്പോ അറിയുന്നു. എന്താ അറിഞ്ഞത്? ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു, സർവം ദുഃഖം വിവേകിന. വിവേകം വന്നു കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ദുഃഖം കാണുന്നു. ഇതും നശിച്ചുപോയി, ഇതും പോയി, ഇതും പോയി. എവിടെ ചെന്നാലും അവിടെ ദുഃഖമുണ്ട്, വിഷമമുണ്ട്, ഒന്നും നിത്യമല്ല എന്ന് കാണുന്നു. ഇപ്പൊ ഭാഗവതത്തിലെ വൈകുണ്ഠത്തിലുള്ള ജയവിജയന്മാര് ഭൂമിയിലെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് വന്ന് ജനിക്കേണ്ടി വന്നതായിട്ട് ഒരു കഥ എന്തിനു വെച്ചു? ആ ഹിരണ്യകശിപുവിന്റെ മകൻ ഗർഭത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ പൂർണ്ണനായിട്ട് ജനിക്കാൻ കാരണം എന്തേ? പൂർണ്ണത്വം മരിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് പറയാ. ഇവിടെ തന്നെ ഈ അറിവ് ഉള്ളിൽ പ്രകാശിച്ചാൽ പൂർണ്ണനാവാം. ഈ അറിവ് ഇവിടെ പ്രകാശിച്ചിട്ടില്ലെങ്കിൽ വേറെ ഏത് ലോകത്തിൽ പോയാലും ഇതേ ദോഷത്തോടുകൂടെ, ഇതേ കീറാമുട്ടിയോടുകൂടെ തന്നെ പോകും. അവിടെ ചെന്നിട്ട് ഇതേ കുഴപ്പങ്ങളും വാസനകളും ഒക്കെ വരും. അതുകൊണ്ട് അറിഞ്ഞ് ആപാതത മൊത്തത്തിലൊന്ന് ചിന്തിച്ച് ഏകദേശ രൂപത്തിലെങ്കിലും ഒരു വൈരാഗ്യം. നശ്വരമേവ വിശ്വമഖിലം, എല്ലാം നശിച്ചു പോകണു എന്നാണ്. നിശ്ചിത്യ, നല്ലവണ്ണം നിശ്ചയിച്ചു. ഇത് മഹാപുരുഷന്മാരുടെ വചസ് കൊണ്ടും സത്സംഗം കൊണ്ടും നമ്മളുടെ ജീവിത പരിചയം കൊണ്ടും ഒക്കെ തന്നെ എന്തൊക്കെ നമ്മൾ ആശ്രയിക്കണു ഒക്കെ നമ്മൾ വിട്ടിട്ട് പോകുന്നു. ദുഃഖം വരണു, വ്യാധി വരുന്നു. മുമ്പിൽ കാണുന്നത് അതാണ്. നമ്മൾ പൂച്ച പാല് കുടിക്കണ പോലെ കണ്ണൊക്കെ അടച്ചു പിടിക്കും. പക്ഷെ എന്നാലും ജീവിതത്തിൽ ഒന്ന് നോക്കിയാൽ കാണാം ആശ്രയയോഗ്യമായിട്ട് ഒരു ചുക്കുമില്ല. ആസ്പത്രികളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരണു അല്ലേ? സൂക്കേട് കുറയണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ആർക്കും സൂക്കേട് വരാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഒരു വാക്സിനേഷൻ. ഇനി ഒരു സൂക്കേട് പറ്റുക, ചിക്കൻ പോക്സിന് വാക്സിനേഷൻ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നു. മീസിൽസിന് വാക്സിനേഷൻ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മീസിൽസ് വന്നു. ഡോക്ടർ എന്താ ഈ മീസിൽസിന് കുത്തിയതും മീസിൽസ്? അത് വരും, കുറച്ച് പേര് വരും. അതന്നെയാണല്ലോ കുത്തുന്നത്. ഇതുപോലെയാണ് ദുഃഖൌഷധം തദപി ദുഃഖം. പ്രഹ്ലാദൻ പറഞ്ഞു, ഈ ദുഃഖത്തിനൊരു മരുന്ന് കഴിച്ചു, അത് വേണ്ടി കിടന്നില്ല. അത് തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഉള്ളിൽ പോയപ്പോണ്ട്. അതാണ് ഇപ്പൊ പ്രോബ്ലം. ഉള്ളിൽ ഒരു പെരളല്. പരിഹാരമായിട്ട് ചെയ്യുന്നത് വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്നുള്ള മട്ടാണ് നമ്മളുടെ ലോക ജീവിതം മുഴുവൻ. എന്തൊക്കെയോ ചെയ്യുന്നു, ദുഃഖത്തിന് അറുതി വരുത്താനുള്ള ഒരു വഴിയും കാണാനില്ല. വാസ്തവത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ തന്നെ നമുക്ക് തന്നെ ദുരിതമായിട്ട് തീരെയാണ്. അജ്ഞാനത്തിന്റെ കോട്ട ചെറുതൊന്നുമല്ല. സമൂഹം ഉണ്ടാക്കണ കോട്ട. മറ്റു പലരും പറഞ്ഞാൽ കേൾക്കണം, സമൂഹത്തിൽ ജീവിക്കണം. സമൂഹത്തിലുള്ളവൻ വിഡ്ഢിത്തം ചെയ്താൽ നമ്മളും വിഡ്ഢിത്തം തന്നെ ചെയ്യണം. മാറി നിൽക്കാൻ ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ മാത്രം എങ്ങനെയാണ് മാറി നിൽക്കണതെന്ന് തോന്നുന്നു അല്ലേ? ധൈര്യം വരില്ല. ധൈര്യച്യുതിയാണ്. ധൈര്യ ദ്രുമധ്വംസിനാണ്. ധൈര്യമാവുന്ന മരത്തിനെ കടപഴകി എടുത്തുകൊണ്ട് പോകുന്ന ഈ സംസാര നദി. ഇത്തിരി ധൈര്യമായിട്ട് നിൽക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ എല്ലാരും വഴിക്കല്ലേ പോണത്. ഒരു തമാശ പറയും, ഒരാൾ വെറുതെ ഒരു പുളു കിട്ടും. അടുത്ത ഗ്രാമത്തിലെ ഒരു വൈദ്യം വന്നിട്ടുണ്ട്, ഏതു സൂക്കേടിനും മരുന്ന് കൊടുക്കും എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ട് വെറ്റിലിട്ടിരിക്കുമ്പോ പണ്ടത്തെ ആളുകൾ നേരം പോക്കിന് എന്തെങ്കിലും പറയും. അപ്പൊ മുറുക്കണതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ്, തിരക്ക് കൂട്ടി ജനങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമത്തിൽ പോകാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ ഇയാൾക്ക് തോന്നി വാസ്തവത്തിൽ ഉണ്ടാവുമായിരിക്കും. ഇയാളും കൂട്ടത്തിൽ കൂടി. എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ലോകത്തില് പറഞ്ഞ് പരുത്തി കളക്റ്റീവ് മ്യൂച്വൽ ഹിപ്നോട്ടിസം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുക, നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കുക, ഇങ്ങനെ പരസ്പരം പറഞ്ഞ് പറ്റിക്കേണ്ട അതിന് പെട്ട് കിടക്കാണ്. പുറത്തു വരാൻ വഴിയില്ലാതെ ഭ്രമിക്കുക. എത്രയെത്ര ബന്ധങ്ങള്, എത്രയെത്ര വലിയ ചങ്ങലകൾ കൊണ്ടാണ്, നിഴൽ ചങ്ങലകൾ കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്ന. ഒരു വാസ്തവത്തിലുള്ള ചങ്ങലയല്ല, വെറും നിഴലാണ്. പക്ഷേ അഴിക്കാൻ ധൈര്യമല്ല, വെറും നിഴലാണ്. പക്ഷെ അത് മുറിച്ച് പുറത്തേക്ക് പോവാനുള്ള ധീരത വരില്ല. അങ്ങനെ മുമ്പിൽ കാണുമ്പോ ഇത് മുഴുവൻ നശ്വരമാണെന്നും വിട്ടുപോകുമെന്നും ഒക്കെ കണ്ട് ഉള്ളില് പരമാർത്ഥം ബോധിക്കാനുള്ള ഒരു ജിജ്ഞാസ ഉള്ളിൽ വരും. അപ്പോ ഒരു ഫോഴ്സ് ഉള്ളിൽ വരും. വെള്ളത്തില് പെട്ട് കിടക്കുമ്പോ രക്ഷപ്പെടണമെന്ന് തോന്നില്ലേ? അല്ലേ?
എങ്ങനെയെങ്കിലും നീന്തി കരകയറണം തോന്നണ പോലെ ഉള്ളില് എന്ത് കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിക്കാം എന്ന് പറഞ്ഞ് തോന്നുമ്പോ ഉള്ളില് ഭഗവാൻ എന്തെങ്കിലും തരും. ചെറുതായിട്ട് ഒരു പുസ്തകം കാണും, ഒരു ജപം ചെയ്യും, ഒരു എന്തെങ്കിലുമൊക്കെ പിടിച്ച് പതുക്കെ 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 കരപറ്റും. അതാണ് വാചാ ഗുരോ. ആ ഗുരുവിന്റെ വാക്കിനെ ആശ്രയിച്ച് സത്യമറിഞ്ഞ് നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത, ഏകാന്തത്തിലിരുന്ന് ഇടവിടാതെ നിരന്തരമായി ആത്മവിചാരം ചെയ്യുന്നു, ബ്രഹ്മവിചാരം ചെയ്യുന്നു. നിർവ്യാജ ശാന്താത്മന, ആ മനസ്സില് ഒരു കാപട്യമില്ലാതെ, മോട്ടീവില്ലാതെ, കൈതവമില്ലാതെ. ഈ ധ്യാനം ചെയ്യണത് എന്തിനു വേണ്ടി? എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ജെനുവിനായിട്ട്, സിൻസിയർ ആയിട്ട്. ആ സത്യമല്ലാതെ വേറെ ഒന്നും കൊതിക്കരുത്. അതിനാണ് ഈ ഏകാന്തത്തിലൊക്കെ പോയിരിക്കണം. 4 ആളുകളുടെ മുമ്പിൽ ഇരുന്നാൽ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും വന്നു പോകും. അതുകൊണ്ട് തനിച്ചു പോയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ സത്യ നിശ്ചയമല്ലാതെ ഇനി വേറെ ഒന്നുമില്ല. നിർവ്യാജ ശാന്താത്മന, അവിടെ ചെന്നിരുന്ന് ഭൂതം, കഴിഞ്ഞുപോയ കാലം, അതിലുള്ള എത്ര സംസ്കാരങ്ങൾ, വാസനകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം, ഭൂതം, കഴിഞ്ഞുപോയതിലുള്ള സംസ്കാരം, ഭാവി, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഭാവനകള്, പ്രതീക്ഷകള്, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് തോന്നല്, ഇതൊക്കെ പഴയ ദുഷ്കൃതത്തിന്റെ ബാക്കിയാണ്. അതൊക്കെ പ്രദഹത, ഒരു ഹോമം നടത്തുകയാണ് ഉള്ളിൽ, സവനം. ആ ഹോമം നടത്തുകയാണ്. ഏത് അഗ്നിയിലാ ഹോമിക്കുന്നത്? സംവിന്മയെ പാവകെ, ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹോമിച്ച് സവനമൊഴിഞ്ഞു വാഴും. അല്ലെ, സവനമൊഴിഞ്ഞു നിൽക്കുക. സവനമൊഴിഞ്ഞു എന്നൊരു വാക്കുണ്ട്, നാരായണ ഗുരുസ്വാമി ഉപയോഗിക്കുന്നുണ്ട്. സവനം എന്ന് വെച്ചാൽ യാഗം പൂർത്തിയായി നടത്തും. ആ സവനം ഒഴിഞ്ഞു, അഗ്നിയിലെല്ലാം ഹോമിച്ച് അവസാനം ഹോമിക്കുന്ന ആളെയും ഹോമിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും കൃതകൃത്യനായി കഴിയുമ്പോ ആ ശരീരത്തിനെ പ്രാരബ്ധത്തിന് നോക്കാൻ കൊടുക്കാത്രേ. പ്രാരബ്ധായ സമർപ്പിതം സ്വബപുഹു ഇതി ഏഷാ മനീഷ. ഇനിയിപ്പോ ധൈര്യമായിട്ട് പ്രാരബ്ധത്തിനെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോ ആ ചങ്ങാതി പ്രാരബ്ധല്ല. പിന്നെ അപ്പൊ പ്രാരബ്ധം എന്ന് പറയാൻ ഒക്കില്ല. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വേണ്ടാത്ത ദുരിതങ്ങൾ കൊണ്ടുവരണം പ്രാരബ്ധം എന്ന് പറയുന്നത്. ഈ ജ്ഞാനിയുടെ ശരീരത്തിനെ ഏറ്റു നടത്തുന്ന ശക്തി ഈശ്വരന്റെ നേരിട്ടുള്ള ഇടപെടലാണ്. ആ മഹാശക്തി ആ ശരീരത്തിനെ പിടിച്ച് അതിന്റെ കർമ്മത്തിനായിട്ട് ഉപയോഗിക്കും, അതിന്റെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പോ ആ ശരീരം ലോകമംഗളത്തിനായിട്ട് മുമുക്ഷുവിന് അനുഗ്രഹമായിട്ട് തീരുമെന്നുള്ളത് കൊണ്ട് ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു ഗുരു ഇത്യേഷാ മനീഷ. ഈ ശ്ലോകം തൊട്ട് വീണ്ടും നാളെ വൈകുന്നേരം കാണാം. ഇതേ സമയം നമ്മള് കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം